ഹായ് ഓൾ, എൻ്റെ പേര് ജോയൽ, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് ആൻഡ് ഓൾസോ യുവർ ഫാക്കൽറ്റി ഫോർ FM ആൻഡ് BDA. സോ മക്കളെ, നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, വർക്കൗട്ട് അല്ല, ഡിസ്കഷനാണ്. സോ നമ്മുടെ തൊട്ട് മുമ്പിലത്തെ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതിൻ്റെ സജസ്റ്റഡ് ആൻസറുമായിട്ട് നമ്മളൊന്ന് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമുക്കധികം സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഡിസംബർ 2024 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സെക്ഷൻ എ ആസ് യു ഓൾ നോ MCQ ആണ്. എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യണം. ഇതിൽ തന്നെ ഞാൻ മുന്നേ എൻ്റെ ആ ഒരു എക്സാം പാറ്റേണിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് 12 ക്വസ്റ്റ്യൻസോളം നമുക്ക് FME നിന്ന് വരും, ഓൾമോസ്റ്റ് 3 BDA നിന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Okay, choose the correct option from the 4 alternatives given. Okay, MCQ. Which of the following is a widely used graph for data visualization? BDയുടെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഓപ്ഷൻ എ ബാർ ചാർട്ട്, ബി പൈ ചാർട്ട്, സി ഹിസ്റ്റോഗ്രാം, ഡി ഓൾ ഓഫ് ദി അബോവ്. ഇതിലേതായിരിക്കും വരാൻ സാധ്യത? ഡി. എല്ലാം ഡേറ്റ വിഷ്വലൈസേഷൻ ടെക്നിക്സ് തന്നെയാണ്. സോ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറെ തലവേദനയൊന്നുമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇസ് 1.22, ദ സെയിൽസ് ഫോർ ദ ഇയർ ഇസ് 75 lakh, വേരിയബിൾ കോസ്റ്റ് ഇസ് 42 lakh, ദ EBIT ഈസ് ഈക്വൽ ടു ഡാഷ്. ഓക്കെ, സോ നമ്മുടെ ലെവറേജ് അനാലിസിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊന്ന് നോക്കാം എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുന്നതെന്ന്. ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് ലെവറേജ് 1.22 ആണെന്ന്. നമ്മുടെ ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ ഫോർമുല എന്താ? കോൺട്രിബ്യൂഷൻ ബൈ EBIT. ഓക്കെ, സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. നോക്കിക്കേ, സെയിൽസ് 75ഉം വേരിയബിൾ കോസ്റ്റ് 42 lakh എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ 75 - 42 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും 33. ശരി, കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി നമ്മുടെ ഫോർമുല എന്താ? ഓപ്പറേറ്റിംഗ് ലെവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ EBIT. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? EBIT കിട്ടും. EBIT ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ ഓപ്പറേറ്റിംഗ് ലെവറേജ്. ഇങ്ങനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയ കോൺട്രിബ്യൂഷനായ 33 ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് ലെവറേജ് ആയ 1.22 ചെയ്യുമ്പോൾ നമുക്ക് 27.049 കിട്ടും. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 27. അപ്പോൾ നമ്മുടെ ആൻസർ എന്തുവാ? ദാ ഓപ്ഷൻ ബി, 27 lakh. എളുപ്പമല്ലേ മക്കളെ? എളുപ്പമാണ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഓപ്പറേറ്റിംഗ് ലെവറേജ് അറൈസസ് ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടായിരിക്കും ഓപ്പറേറ്റിംഗ് ലെവറേജ് വരുന്നത്? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോൺട്രിബ്യൂഷൻ വരെയല്ലേ നമ്മൾ എത്തുന്നത്. കാരണം എന്താ? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് നമ്മൾ അതിലെന്താ എടുക്കുന്നത്? കോൺട്രിബ്യൂഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഫിക്സഡ് കോസ്റ്റിനെ നമ്മളവിടെ എന്താണ് അതുള്ളത് കൊണ്ടാണ് ഓപ്പറേറ്റിംഗ് ലെവറേജ് വരുന്നത്. ക്വസ്റ്റ്യൻ 4. സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് എ ഫേം ആർ പ്രൈമർലി ഇൻട്രസ്റ്റഡ് ഇൻ ഡാഷ്. സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സും എന്തിലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ, ഓപ്ഷൻ ബി ലിക്വിഡിറ്റി പൊസിഷൻ, സി മാർക്കറ്റ് ഷെയർ പൊസിഷൻ ആൻഡ് ഡി ഡെറ്റ് പൊസിഷൻ. സപ്ലയേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? അവർക്ക് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെന്താ വേണ്ടേ? ലിക്വിഡിറ്റി. എന്തോരം പെട്ടെന്ന് നമുക്ക് പൈസ അവർക്ക് കൊടുത്തു തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തോരം പൈസ കിട്ടാൻ പറ്റും പെട്ടെന്ന്, അതാണ് ലിക്വിഡിറ്റി. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാലും മതി. ക്വസ്റ്റ്യൻ 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഹെൽപ്പ് ടു ഇൻക്രീസ് കറണ്ട് റേഷ്യോ? എന്ത് സാധനമാണ് നമ്മുടെ കറണ്ട് റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്തത്? ഓക്കെ, കറണ്ട് റേഷ്യോ എന്താണ്? അതിനകത്ത് നമ്മൾ വരാത്ത ഐറ്റം എന്താണെന്ന് നോക്കുക. 1. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബൈ സ്റ്റോക്ക്. ഓക്കെ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു പേ ക്രെഡിറ്റേഴ്സ്.
സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു പേ ക്രെഡിറ്റേഴ്സ്, അവൈൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ടു ബൈ മെഷീൻ. ഓക്കെ, ഏതാണ് കറണ്ട് റേഷ്യോനെ അഫക്റ്റ് ചെയ്യാത്തത് നോക്കിയേ. സ്റ്റോക്ക് നമ്മുടെ ഇതിനകത്ത് വരും, കറണ്ട് അസറ്റിനകത്ത് വരും. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റിക്കകത്ത് പോകും. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു പേ ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്താൽ എന്തോ പറ്റും, അതും കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം സ്റ്റോക്ക് ഇവിടെ ഫസ്റ്റ് കേസിൽ സ്റ്റോക്ക് കൂടും, സെക്കൻഡ് കേസിൽ എന്താണ് അവിടെയും എന്താണ് കറണ്ട് റേഷ്യോ ക്രെഡിറ്റേഴ്സ് എന്താണ് കുറയുന്നതനുസരിച്ച് കറണ്ട് റേഷ്യോ കൂടും. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു പേ ക്രെഡിറ്റേഴ്സ് അവിടെ എന്താണ് കുറയും, ക്രെഡിറ്റേഴ്സ് കുറഞ്ഞാൽ എന്തോ പറ്റും, കറണ്ട് റേഷ്യോ കൂടും. ആൻഡ് ഡി അവൈൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ടു ബൈ മെഷീൻ. മെഷീൻ എന്നടാ ഫിക്സഡ് അസറ്റാ അല്ലേ? ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ, അതിനകത്ത് നമുക്ക് ഈ മെഷീൻ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? ഉണ്ടാക്കത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഡി അവൈൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബൈ മെഷീൻ. ചിന്തിക്കണം. ആദ്യം കാണുന്ന ഓപ്ഷൻ ചാടിക്കറി ടിക്ക് ചെയ്യരുത്. എപ്പോഴും എന്താണ് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. Question 6. Which of the following statement is correct? A. Higher receivable turnover ratio is not desirable. Which of the following is correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ്? ഓക്കെ, ഹയർ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഇസ് നോട്ട് ഡിസൈറബിൾ. റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തോരം പെട്ടെന്ന് സാധനങ്ങൾ കിട്ടുമെന്നുള്ളതാണ് അല്ലേ, നമുക്ക് എന്തോരം പൈസ കിട്ടുമെന്നുള്ളത്. അപ്പോൾ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഇസ് നോട്ട് ഡിസൈറബിൾ ആണോ, അല്ലാതെ ഡിസൈറബിളാണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഡിപ്പെൻഡ്സ് അപ്പോൺ ടാക്സ് റേറ്റ്. അല്ല, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്താ, നമ്മുടെ EBI ഇൻട്രസ്റ്റ് കവർ ചെയ്യാൻ നമ്മുടെ EBIT എത്ര ടൈംസ് ഉണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് ടാക്സുമായിട്ട് ബന്ധമൊന്നുമില്ല. സോ ഇതും എന്താണ്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഡിപ്പെൻഡ്സ് അപ്പോൺ ടാക്സ് റേറ്റ് വരും. പിന്നെ എന്താണ്, ഇതപ്പോൾ ഇതും തെറ്റാണ്. ഇൻക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ മീൻസ് ഇൻക്രീസ് ഇൻ സെയിൽസ്, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതും ഔട്ടാണ്. പിന്നെയുള്ള ഏതാ, ലോവർ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ മീൻസ് ലോവർ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് കുറവാണോ എന്നുള്ളത് നോക്കുന്നത്. ഇപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിൽ ഡെറ്റ് എന്തോരം കുറവാണോ അത്രയും നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ റിസ്ക് കുറവാണെന്നുള്ളതല്ലേ. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പം നമ്മുടെ എന്താണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ബാക്കി ഇത് മൂന്നും തെറ്റാണ്. ഓക്കെ, ദിസ് ഈസ് ഡിസൈറബിൾ, ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ടാക്സ് റേറ്റ്, ഡസ് നോട്ട് മീൻ ഇൻക്രീസ് ഇൻ സെയിൽ. ഓക്കെ, ചിന്തിക്കണം. ഇങ്ങനെ റേഷ്യോസൊക്കെ തരുമ്പം നിങ്ങൾ എന്താണ് റേഷ്യോ ആ ഒരു ഫോർമുല ചിന്തിച്ച് നോക്കണം. എന്നിട്ട് വേണം എന്താണ് അതിൻ്റെ ആ ഒരു റിലേഷൻ ചിന്തിച്ചെടുക്കാൻ. ഓക്കെ, അടുത്തത്, എ ഫേം ഹാസ് ആൻ EBIT ഓഫ് 50,000, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് ഈസ് 80,000, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഈസ് 20%, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം അണ്ടർ NOI അപ്രോച്ച് ഈസ് ഡാഷ്. ഓക്കെ, സോ EBIT തന്നിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് തന്നിട്ടുണ്ട്, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്താ KO ആണ് നമ്മുടെ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ 20% തന്നിട്ടുണ്ട്. നമ്മുടെ NOI അപ്രോച്ചിൽ നമ്മുടെ ഈ എന്താണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേമാണ് ചോദിച്ചേക്കുന്നത്, ഇക്വിറ്റി അല്ല, ഫേമിൻ്റെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫേമിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ കണ്ടുപിടിക്കണ്ടേ, നമുക്ക് വേറെ പാടൊന്നുമില്ല. EBIT തന്നെ എടുക്കുക, ഡിവൈഡഡ് ബൈ ഈ 20% ചെയ്താൽ മതി. ഈ 80% ചുമ്മാ ഇത് 80,000 നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന നിൽക്കുന്നത്, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ 20%. നമുക്ക് ആ കാൽക്കുലേഷനോട് നോക്കിപ്പോൾ ഇതാ നോക്ക്, EBIT 50,000, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് ഇത് എടുക്കേണ്ട ഒരു കാര്യവുമില്ല, തന്നിരിക്കുന്ന ഡേറ്റ ഞാൻ എഴുതി വെച്ചതേ ഉള്ളൂ. KO 20%, മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ഇസ് ഈക്വൽ ടു EBIT ബൈ KO. 50,000 ഡിവൈഡഡ് ബൈ 20% ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, 2,50,000 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. സോ ഇതിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, 2,50,000. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നോട്ട് എ ഫീച്ചർ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഓക്കെ, മിനിമം ലോക്ക് ഇൻ പീരീഡ് ഈസ് 30 days. അങ്ങനെ ഒരു സാധനം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ,
അത് ഒരു ആൻസർ ആവാൻ സാധ്യത. നോട്ട് എ ഫീച്ചറാണ് ഇത് നോട്ട് എ ഫീച്ചറിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. ഇവിടെ വെച്ച് നിർത്തരുത്, വീണ്ടും നോക്കണം. ദ മിനിമം ഇഷ്യൂ സൈസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആർ 1 lakh. അങ്ങനെയും ഇല്ല, ഇഷ്യൂ സൈസ് പറഞ്ഞിട്ടില്ല. ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി അതുണ്ട്. ഡി അട്രാക്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ആസ് ആപ്ലിക്കബിൾ ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് അതുമുണ്ട്. അപ്പോൾ നമുക്ക് എയും ബിയും വരും. സോ രണ്ടും ശരിയാണ് ആക്ച്വലി ഈ ഒരു കേസിൽ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സജസ്റ്റഡ് ആൻസർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സജസ്റ്റഡ് ആൻസറാണ് ക്വസ്റ്റ്യൻ നമ്പർ 8 എയോ ബിയോ ഇതിലേത് ടിക്ക് ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റ് ഇത് കിട്ടും, മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? കണ്ടോ, ഇങ്ങനെയും വരാം. അതായത് ഇത്രയും നാൾ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ വളരെ കുറവേ കണ്ടിട്ടുള്ളായിരുന്നു. ഇപ്പോൾ അവർ MCQസിലും രണ്ട് ശരിയൊക്കെയുള്ള ആൻസേഴ്സ് വരുന്നുണ്ട്. സോ അതും ശ്രദ്ധിക്കണം. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക. നിങ്ങൾ രണ്ടെണ്ണവും ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് വൺ ഈസ് മോർ കറക്റ്റ് അത് ചൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ രണ്ടും ഒരുപോലെയുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, എ എഴുതിയാലും ബി എഴുതിയാലും അതിന് മാർക്ക് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ 9. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അപ്ലൈഡ് ഇൻ ഡിറ്റർമിനിങ് ക്രെഡിറ്റ് പോളിസി ഓഫ് എ ഫേം? ഒരു ഫേമിൻ്റെ ക്രെഡിറ്റ് പോളിസി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് നോക്കാത്തത്? നോട്ട് അപ്ലൈഡ് എന്നാണ്. ഇത് നോക്കണം, അപ്ലൈഡ് ആണോ നോട്ട് അപ്ലൈഡ് ആണോ. ഈ ഒരു സംഭവം വെച്ചിട്ടിരിക്കും നമ്മുടെ ഫുൾ ആൻസർ പോകുന്നത്. 1 ക്രെഡിറ്റ് പീരീഡ് ഓർ ഡ്യൂറേഷൻ ഓഫ് ക്രെഡിറ്റ്, അതെന്തായാലും നോക്കണം. ബി ലെവൽ ഓഫ് ക്രെഡിറ്റ് ടു ഒപ്റ്റിമൈസ് പ്രോഫിറ്റ്, അതും നോക്കണം. സി കളക്ഷൻ പോളിസി, അതും നോക്കണം. ഡി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? ഡി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അതിനകത്ത് ക്രെഡിറ്റ് പീരീഡ് നോക്കുമ്പോൾ എടുക്കേണ്ടാത്തത്. ക്വസ്റ്റ്യൻ 10. എ കമ്പനി ഈസ് കൺസിഡറിങ് 2 capital structures. Plan A consists of 100% equity with 1000 shares outstanding at ₹100 each. പ്ലാൻ എയിൽ എന്താണ്? ഫുൾ ഇക്വിറ്റിയാണ്, 1000 ഷെയർ ഉണ്ട്, എന്താണ് ഫേസ് വാല്യൂ 100 വെച്ചിട്ട്. പ്ലാൻ ബി കൺസിസ്റ്റ് ഓഫ് 50% ഡെറ്റ് ആൻഡ് 50% ഇക്വിറ്റി. ഓക്കെ, പ്ലാൻ ബി ഉണ്ട് പകുതി ഡെറ്റ് പകുതി ഇക്വിറ്റി. വേർ ദ ഡെറ്റ് ഈസ് 5 lakh, ഇൻട്രസ്റ്റ് അറ്റ് 10%, and there are 5,000 shares outstanding at ₹100 each. Okay, if EBIT is rupees 1,50,000, tax rate is 30%, what is the EPS under the plan B? Okay, EPS പ്ലാൻ ബിയിലുള്ള EPS ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് മക്കളെ, പ്ലാൻ എയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിന് നമുക്കിവിടെ എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഇല്ല. പ്ലാൻ എ വെറുതെ തന്നിട്ടേ ഉള്ളൂ. നമുക്ക് പ്ലാൻ ബിയിലെ EPS കണ്ടുപിടിക്കണം. അതിന് നമുക്ക് EBIT തന്നിട്ടുണ്ട്, ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ബാക്കി എന്താണ്? നമ്പർ ഓഫ് ഷെയർസും തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേഷനിലോട്ട് പോകാം. ഇതാ നമ്മുടെ പ്ലാൻ ബി. സോ EBIT 1,50,000 നമുക്ക് തന്നിട്ടുണ്ട്. ഡെറ്റിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 5 lakh. അതിൻ്റെ 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5 lakh × 10% എത്രയാണ്? 50,000 നമ്മുടെ ഇൻട്രസ്റ്റ് വരും. EBIT മൈനസ് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? EBT കിട്ടും. അതിനകത്തും നമ്മൾ എന്തോ ചെയ്യണം? ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. 1 lakhൻ്റെ 30% ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ടാക്സ് നമുക്ക് 30,000 കിട്ടും. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും 70,000. നമുക്കിവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല. പ്രിഫറൻസ് ഷെയർസ് വല്ലതും ഉണ്ടോ? ഇല്ല. അതും പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കാനും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും എന്ത്? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ETH. നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടുണ്ട്. സോ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? EPS കിട്ടും. സോ 70,000 ഡിവൈഡഡ് ബൈ 5,000 ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ₹14 എന്ന് കിട്ടും. സോ നമ്മുടെ 14 ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, അധികം തല പോയ്ക്കാനില്ല. ക്വസ്റ്റ്യൻ 11. ഗിവൺ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 6%, മാർക്കറ്റ് റിട്ടേൺ 11%, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 15%, വാല്യൂ ഓഫ് ബീറ്റ ഈസ്. നമ്മുടെ ഫോർമുല എന്നാ? നമ്മുടെ CAPM RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് KE കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷനിലോട്ട് പോകാം. ജസ്റ്റ് ഫോർമുല ഇട്ട് കൊടുത്താൽ മതി. ബീറ്റ കണ്ടുപിടിക്കണം. ഇതാ RF തന്നിട്ടുണ്ട്,
റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ്? 6%. മാർക്കറ്റ് റിട്ടേൺ ഇതെന്താ? ആർ എം നമുക്ക് തന്നിട്ടുണ്ട് 11%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട് 15%. KE തന്നിട്ടുണ്ട് 15%. KE 15%. സോ KE ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. ഫോർമുല എഴുതി വെക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബീറ്റയുടെ വാല്യൂ നമുക്ക് 9/5 1.8 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 1.8 ആണ് നമ്മുടെ ആൻസർ. Question 12. The procedure that organizes data into meaningful order to make it simpler to comprehend, analyze and visualize. ഇതിൽ നോക്കിയേ, ഓർഗനൈസ് ഇൻറ്റു മീനിങ്ഫുൾ ഓർഡർ. നമ്മളതിനൊരു പേര് പറയും, എന്നാ? സോർട്ടിങ്. നമ്മൾ സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നാ? ഈ നമ്മളിപ്പോൾ അസെൻഡിങ് ടു ഡിസെൻഡിങ്, അല്ലെങ്കിൽ എന്താണ് ഡിസെൻഡിങ് ടു, അങ്ങനെ നമ്മൾ പറയത്തില്ലേ? ചെറുതിൽ നിന്ന് വലുതിലോട്ട്, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട്, അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഡേറ്റനെ ഓർഗനൈസ് ചെയ്യുക, ഒരു അറേഞ്ച് ചെയ്ത് വെക്കുക. അതാണ് സോർട്ടിങ്. അപ്പോൾ ആൻസർ എന്താ? ഡേറ്റ സോർട്ടിങ്. ബാക്കി മൂന്നുമല്ല. ഇതാണ് ഓർഗനൈസ് ഇൻറ്റു മീനിങ്ഫുൾ ഓർഡർ. ഇങ്ങനെ നോക്കണം. Question 13. Which of the following is or are? കണ്ടോ, ഇവിടെ സിംഗുലറും പറയുന്നുണ്ട്, പ്ലൂറലും പറയുന്നുണ്ട്. അപ്പം ഒരെണ്ണമാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാകാം. 6 ടൈപ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്: പ്രൈവറ്റ് ക്ലൗഡ്, പബ്ലിക് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്, ഓൾ ഓഫ് ദി അബോവ്. ആൻസർ എന്നാ? ഇത് മൂന്നും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തന്നെയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ. Question 14. If the company's DP ratio is 60%, ROI is 15%, what should be the growth rate under Gordon's model? ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ ഫോർമുല എന്നാ? G is equal to BR. ഓക്കെ. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടൻഷൻ റേഷ്യോ, ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഡി പി റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഓക്കെ. ഡി പി റേഷ്യോൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? റീടെൻഷൻ റേഷ്യോ. 100 രൂപ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എന്താണ് 60 രൂപ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 40 രൂപ എന്താണ്? നമ്മൾ റിസർവ്സിലോട്ട് എന്താണ്? റീറ്റെയിൻ ചെയ്യും. സോ റീടെൻഷൻ റേഷ്യോ എന്താണ്? 40%. അപ്പം അങ്ങനെയാണെങ്കിൽ ബി ഇൻറ്റു ആർ, 40% ഇൻറ്റു 15%. കാൽക്കുലേഷൻ നോക്കാം. ഇതാ ഡി പി റേഷ്യോ 60%, ഇത് പേ ഔട്ടാണ്. അപ്പോൾ റീടെൻഷൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 - 60 40% വരും. ROI is equal to 15%. G is equal to B into R. 40 into 15% ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6% എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ശരി. വിച്ച് ഫിനാൻഷ്യൽ മെട്രിക് ഈസ് ക്രൂഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് എ ഫേംസ് ക്യാഷ് മാനേജ്മെൻറ്റ്? അപ്പോൾ ഇത് നമ്മുടെ ക്യാഷ് സൈക്കിളിനകത്ത് വരുന്ന കാര്യമാണ്. 1 ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ക്യാഷ് കൺവേർഷൻ സൈക്കിൾ സാധ്യതയുണ്ട്. 3 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇല്ല. ഗ്രോസ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും എന്തായാലും വരത്തില്ല. ഡി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതും വരത്തില്ല. ഇത് സ്ട്രെയിറ്റ് അവേ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. സോ അതാണ് നമ്മുടെ എന്താണ് MCQയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ എളുപ്പമല്ലേ മക്കളെ? നിങ്ങൾ നോക്കി ഇതിനകത്ത് എത്ര ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന്. 1 2 3 4 5 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ബാക്കി 10 തിയറി ആയിരുന്നു. അതിൽ തന്നെ എന്താണ് ഒരുമാതിരി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക്
അറ്റൻഡ് ചെയ്യാവുന്ന ടൈപ്പ് തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ അടുത്തത് നമുക്കിനി നമ്മുടെ സെക്ഷൻ ബി ഉണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ അപ്പോൾ അടുത്തത് സെക്ഷൻ ബി. സെക്ഷൻ ബിയിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ 2 തിയറിയാണ്. രണ്ടും തിയറിയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ 2ഉം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ 8ഉം എപ്പോഴും തിയറി ആയിരിക്കും വരുന്നത്. ഇതിൽ തന്നെ ഇത് വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് തോന്നുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ഓഫ് എ കൊമേഴ്ഷ്യൽ പേപ്പർ? ഡിസ്കസ് ദി അഡ്വാൻറ്റേജസ് ഓഫേർഡ് ബൈ കൊമേഴ്ഷ്യൽ പേപ്പർ ടു ഇറ്റ്സ് ഇഷ്യൂവേഴ്സ്. സോ കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7 മാർക്ക് കിട്ടും. സോ ഇതിന് ഞാൻ സജസ്റ്റഡ് ആൻസറിലോട്ട് പോവാം. തിയറി അല്ലേ, സോ നമുക്കത് നോക്കാം. ദ പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ: 1, അൺസെക്യൂർഡ് ഷോർട്ട് ടേം പ്രോമിസറി നോട്ടാണ്. ഓക്കെ, നെഗോഷ്യബിൾ ആണ്, ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി വിത്തിൻ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ പറയാം. 2, ഇഷ്യൂഡ് ഓൺലി ബൈ ലാർജ് വെൽ നോൺ ക്രെഡിറ്റ് വർത്ത് കമ്പനീസ് ആൻഡ് ഈസ് ടിപ്പിക്കലി അൺസെക്യൂർഡ്, ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓൺ ഫേസ് വാല്യൂ ആൻഡ് ഈസ് റിഡീമബിൾ അറ്റ് ഇറ്റ്സ് ഫേസ് വാല്യൂ. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യും, റിഡീമബിൾ അറ്റ് ഇറ്റ്സ് ഫേസ് വാല്യൂ. 3, the aim of its issuance is to provide liquidity or finance companies investments, that is inventory and accounts receivable. ലിക്വിഡിറ്റി, പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന തരത്തിൽ അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഈസ് ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി ഓർ ഫിനാൻസ് കമ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അതായത് ഇൻവെൻട്രിക്കും അക്കൗണ്ട്സ് റിസീവബിളിനും കൂടുതൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത് കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അതൊരു ഡെഫിനിഷൻ പോലെ ഒരു ഇൻട്രോ പോലെ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ്: 1, സിംപ്ലിസിറ്റി, ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്, സിമ്പിളാണ് അല്ലേ. 2, ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്, ലിക്വിഡിറ്റിക്കാന്ന് പറഞ്ഞു, അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്. 3, ഓൾട്ടർനേറ്റീവ് ഫോർ ബാങ്ക് ഫിനാൻസ്, ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പമാണ്. എ വെൽ റേറ്റഡ് കമ്പനി ക്യാൻ ഡൈവേഴ്സിഫൈ ഇറ്റ്സ് source of finance from banks to short-term money markets at relatively cheaper cost. 4, return to investors, high returns than the banking system. ബാങ്കിൽ പോയി ലോൺ ഇതിനെക്കാട്ടിലും കൂടുതൽ എന്താണ് റിട്ടേൺ കിട്ടും. കാരണം എന്താ, ഡിസ്കൗണ്ടിൽ നമുക്കിതിനെ വാങ്ങിക്കാം, ഫേസ് വാല്യൂവിൽ നമുക്കതിനെ റിഡീം ചെയ്യാം. ആൻഡ് ഇൻസെൻറ്റീവ് ഫോർ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. ഓക്കെ, സോ companies which raise fund through commercial paper become well known in financial world for their strength. They are placed in a more favorable position. അതാണ് ഫേവറബിൾ പൊസിഷൻ ഫോർ റേസിങ് ലോങ് ടേം ക്യാപിറ്റൽ. ഓക്കെ, ഇങ്ങനെ എന്താണ് ഈ ഒരു 5 പോയിൻറ്റ്സ് കൂടെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7 മാർക്ക് കിട്ടും. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന പോയിൻറ്റ്സ്. ഇത്രയും പോയിൻറ്റ്സ് ഉണ്ടെങ്കിലാണ് എന്ത് നിങ്ങൾക്ക് ആ ഒരു 7 മാർക്കും കിട്ടത്തുള്ളൂ. സോ മെയിനായിട്ട് എന്താണ് ഈ ഹെഡിങ്സ്: സിംപ്ലിസിറ്റി, ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്, ഓൾട്ടർനേറ്റീവ് ഫോർ ബാങ്ക് ഫിനാൻസ്, റിട്ടേൺ ടു ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻസെൻറ്റീവ് ഫോർ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. ഈ 7 മാർക്കേ എന്താ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരത്തുള്ളൂ. ഡിസ്ക്രിപ്റ്റീവിനകത്ത് MCQനകത്ത് ചോദിക്കും, അല്ലാതെ ഡിസ്ക്രിപ്റ്റീവിനകത്ത് 7 മാർക്ക്. ഇതിനപ്പുറം നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചോദിച്ചിട്ടുമില്ല ഇതുവരെ. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്? എക്സ്പ്ലെയിൻ ദ ഇൻഫർമേഷൻ റിവീൽഡ് ബൈ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. BDA. ഓക്കെ, സോ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്? ഇതിന് നമുക്ക് നമ്മുടെ നോട്ട് നോക്കാം. അനലിറ്റിക്സ്, ദാ 4 ടൈപ്പ് ഓഫ് അനലിറ്റിക് പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്. അതിൽ തന്നെയാണ് എന്ത് വരുന്നത്? ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഓക്കെ, സോ ഇത് എഴുതിയാൽ മതി. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്താ? ഫോക്കസസ് ഓൺ വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഓക്കെ, എന്താണ് സംഭവിച്ചത് അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിൻ്റെ
5 സ്റ്റെപ്സും കൂടെ. ഡിസൈഡ് ദ ബിസിനസ് മെട്രിക്സ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡേറ്റ റിക്വയർമെൻറ്റ്, പ്രിപ്പറേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഡേറ്റ, അനാലിസിസ് ഓഫ് ഡേറ്റ, പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. ഓക്കെ, സോ ഇത്രയും ഇത് മതി. ഇതാണെന്ത് 7 മാർക്കിൻ്റെ ആ ഒരു കണ്ടൻറ്റായിട്ട് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, അത്രയും തന്നെ ഫുൾ എഴുതണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 5 സ്റ്റെപ്പ് ചോദിച്ചിട്ടുണ്ടോയെന്നില്ല, എന്നാലും എഴുതിക്കോണം. ഓക്കെ, സോ അതുകൂടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ആ മാർക്ക് ഷുവറായിട്ട് നമുക്കത് കിട്ടാൻ സാധ്യതയുണ്ട്, തിയറി എഴുതുന്നവരാണെങ്കിൽ. ഫൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. The following information is available about Boxa company. Accounts payable 100 lakh, accounts receivable 50.48 lakh, average inventory 300 lakh, buildings and land അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടുപിടിക്കാനുണ്ട്. ക്യാഷ് 50 lakh, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 800 lakh, EBIT 180 lakh, ലോങ് ടേം ബോണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്, പ്രൈസ് പെർ ഷെയർ EPS തന്നിട്ടുണ്ട്, PE റേഷ്യോ തന്നിട്ടുണ്ട് 18, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അത് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, പിന്നെ ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽസ് കണ്ടിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെങ്കിൽ റേഷ്യോ അനാലിസിലായി. ഓക്കെ, യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് 1 ഡേ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ്, 2 ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, 3 ഡെറ്റ് റേഷ്യോ, 4 ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ, 5 EPS. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഇത്രയും സിമ്പിളായിട്ടൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. യൂഷ്വലി എന്താണ്, നമുക്ക് കുറച്ച് റേഷ്യോസ് തന്നിട്ട് അതിൽ നിന്ന് മിസ്സിങ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെയാണ് വരുന്നത്. ഇത് എന്താണ്, സ്ട്രൈറ്റ് അവേ ഉള്ള ക്വസ്റ്റ്യനാണ്, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് തന്നെ ആൻസറിലോട്ട് പോകാം, സൊല്യൂഷൻ നോക്കാം. സോ സെക്ഷൻ ബി, ഈ ഡേയ്സ് സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് അതാണ് നമ്മുടെ ഫസ്റ്റ് ചോദിച്ചേക്കുന്നത്. ഡേ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് എന്താ, ഒന്നുമില്ല, ആവറേജ് കളക്ഷൻ പീരീഡ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താ, ആവറേജ് ഡെറ്റേഴ്സ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു ഇതെങ്ങനെ 365 ഡേയ്സ് ഞാൻ എടുത്തേ. ചിന്തിക്കേ, ഡേ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡേ, അതുകൊണ്ട് ഇവിടെ 365 ഡേയ്സ്. മനസ്സിലായോ? ഇവിടെ ഡേ വന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഡേയ്സ് എടുത്തത്. സോ നമുക്ക് ആവറേജ് ഡെറ്റേഴ്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. എവിടെ 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 അക്കൗണ്ട്സ് റിസീവബിൾ, ഇത് തന്നെയാണെന്ത് നമ്മുടെ ഡെറ്റേഴ്സ്. അക്കൗണ്ട്സ് പേയബിൾ ഇതെന്താ, ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ 50.48 ലാക്കാണ് നമ്മുടെ എന്താണ് ഡെറ്റേഴ്സ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നും നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആവറേജ് എടുക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്താണ്, ഇതിനെ തന്നെ എന്താണ് ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യാം. സോ അക്കൗണ്ട്സ് റിസീവബിൾ ബൈ ക്രെഡിറ്റ് സെയിൽസ്. അക്കൗണ്ട്സ് റിസീവബിൾ 50.48 ഡിവൈഡഡ് ബൈ, നോക്കിക്കേ, ടോട്ടൽ സെയിൽ തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽ തന്നിട്ടുണ്ട്. 1250 മൈനസ് 100 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും, 1150. അതാണെന്ത് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, സോ 50.48 ഡിവൈഡ് ബൈ 1150 ഇൻറ്റു 365 ചെയ്യുമ്പോൾ നമുക്ക് 16 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ഡേ സെയിൽസിൻ്റെ ആൻസർ. സെക്കൻഡ് വൺ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്താ, EBIT ബൈ ഇൻട്രസ്റ്റ്. നമ്മുടെ EBIT നമ്മുടെ ഇൻട്രസ്റ്റിനെ കവർ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഫിക്സഡ് ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റിനെ എത്ര ടൈംസ് നമ്മുടെ EBIT കവർ ചെയ്യും എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ EBIT ബൈ ഇൻട്രസ്റ്റ് നോക്കിക്കേ, EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിനായിട്ട് ഒരു മിനിറ്റ്, അതിന് മുന്നേ EBIT നമുക്കിവിടെ തന്നിട്ടുണ്ട് 180 ലാക്ക്. ഫൈൻ. ഇൻട്രസ്റ്റ് ലോങ് ടേം ബോണ്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെറ്റ് ഫിഗർ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. 250 ഇൻറ്റു 10% എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 180 ഡിവൈഡ് ബൈ 250 ഇൻറ്റു 10% സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 7.2 ടൈംസ്. ഇതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ EBIT അതായത് 25 പറയുന്നതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ
25ൻ്റെ 7.2 ടൈംസ് ഇരട്ടിയാണ് നമ്മുടെ EBIT. മനസ്സിലായോ? അത്രയും നമ്മുടെ EBIT കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. തേർഡ് വൺ, ഡെറ്റ് റേഷ്യോ. ഡെറ്റ് റേഷ്യോ ഇസ് നത്തിങ് ബട്ട് എന്താണ്, ഡെറ്റ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി. ഇതിൽ തന്നെ നമ്മുടെ സജസ്റ്റഡ് ആൻസറിനകത്ത് അവർ എടുത്തിരിക്കുന്ന ഒരു അസംഷൻ ഉണ്ട്. എൻ്റെ ഒരു അസംഷൻ ഞാനിവിടെ പറയാം. ഇതിന് രണ്ട് രീതിയിൽ നമുക്കിതിനെ സോൾവ് ചെയ്യാം. നമ്മുടെ സജസ്റ്റഡ് ആൻസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 250 ഡിവൈഡഡ് ബൈ 1000, 25% അവന്മാർ എടുത്ത് വെച്ചേക്കുന്നത്. അവന്മാർ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെറ്റ് 250, ഈ ലോങ് ടേം ബോണ്ടിൻ്റെ 250 ഡിവൈഡഡ് ബൈ ഇവിടെ ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട് 1000 ലാക്ക്. അപ്പോൾ ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് തന്നെ ആയിരിക്കും നമ്മുടെ ടോട്ടൽ ലയബിലിറ്റീസ്. അപ്പം 250 ഡിവൈഡഡ് ബൈ ടോട്ടൽ ലയബിലിറ്റീസ് അവന്മാർ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ അത് എനിക്ക് ശരിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചേ, ലയബിലിറ്റി സൈഡ് വന്നു കഴിയുമ്പോഴേ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ വരും? നമ്മുടെ ഷെയർ ക്യാപിറ്റൽ വരും, ഡെറ്റ് വരും, പിന്നെ കറണ്ട് ലയബിലിറ്റീസ് വരും. അപ്പോൾ ഈ ടോട്ടൽ അസറ്റ് എടുക്കുവാണെങ്കിൽ ആ ടോട്ടൽ അസറ്റിൻ്റെ ഫിഗർ തന്നെ ലയബിലിറ്റീസിന് എടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്താണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റീസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയി കിടക്കത്തില്ലേ? കറണ്ട് ലയബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ തന്നിട്ടുള്ളത്? അക്കൗണ്ട്സ് പേയബിൾ ആയ ഈ ഒരു 100 കൂടി അതിനകത്ത് കയറി കിടപ്പില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ്, ഡെറ്റ് റേഷ്യോ വരുമ്പോൾ അതൊക്കെ ലോങ് ടേം റേഷ്യോസാണ്. അതിനകത്ത് നമ്മൾ ഈ കറണ്ട് ഒരു ഐറ്റത്തിന് നമ്മൾ എടുക്കുമോ? കറണ്ട് ലയബിലിറ്റി ഐറ്റത്തിന് നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ അത് കോൺസെപ്ച്വലി തെറ്റാണ്. ഞാൻ ചെയ്യുമായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. സോ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൊല്യൂഷൻ എന്താണ്, 250 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 0.25 ടൈംസ് കിട്ടുന്നത്. ഞാൻ ചെയ്യുവാണെങ്കിൽ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1000 ആയിട്ട് എടുക്കും. എന്നിട്ട് ഇതിനകത്തുനിന്ന് ടോട്ടൽ ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 250 തന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 100 തന്നിട്ടുണ്ട് അല്ലേ? അത് മാത്രമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവർ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതും കണ്ടുപിടിക്കണം നമ്മൾ. ക്വസ്റ്റ്യനിൽ ബിൽഡിംഗ് ആൻഡ് ലാൻഡും കൊടുത്തിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിക്കും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇത് വിട്ടു പോകരുത്. അപ്പോൾ അതും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ടോട്ടൽ ലയബിലിറ്റി ഫിഗറിനകത്തു നിന്ന് നമ്മുടെ ഡെറ്റും കറണ്ട് ലയബിലിറ്റിയും മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും? നമുക്കത് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കിട്ടത്തില്ലേ? നോക്കിക്കേ, ഇവിടെ പ്രിഫറൻസിനെ പറ്റിയൊന്നും പറയുന്നില്ല. പറയാത്ത സ്ഥിതിക്ക് ബാക്കിയെല്ലാം ഇക്വിറ്റി ആയിരിക്കുമല്ലോ. 1000 മൈനസ് 250 മൈനസ് 100 ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? 650 കിട്ടും നമ്മുടെ ഇക്വിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെറ്റ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി ചെയ്യണമെങ്കിൽ എന്തോ ചെയ്യണം? ഡെറ്റ് 250 നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 250 ഡിവൈഡ് ബൈ 250 പ്ലസ് 650 ചെയ്യുമ്പോൾ നമുക്ക് 0.278 എന്ന് കിട്ടും. ഇതാണ് കുറച്ചുകൂടെ ലോജിക്കലി കറക്റ്റ് ആൻസർ. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേത് അവരെടുത്തിരിക്കുന്ന ടോട്ടൽ ഇതാണ്, പക്ഷേ ഇത് ചെയ്യുന്ന ആണ് കുറച്ചുകൂടെ എന്താണ് ലോജിക്കലി കറക്റ്റ്. ഓക്കെ അല്ലേ? ശരി. സോ തേർഡ് റേഷ്യോ അതായിരുന്നു, ഡെറ്റ് റേഷ്യോ. ഫോർത്ത് വൺ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. എളുപ്പമാണ്, എല്ലാം തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ടോ? ഉണ്ട്, 800 സ്ട്രൈറ്റ് അവേ തന്നിട്ടുണ്ട്. ആവറേജ് ഇൻവെൻട്രി അതും തന്നിട്ടുണ്ട്. പെറുക്കി എടുത്ത് എഴുതിയാൽ പോരെ. ഇത്രയും സിമ്പിളായിട്ട് ഇതുവരെ റേഷ്യോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. 800 ഡിവൈഡ് ബൈ 300, 2.67 ടൈംസ്. സ്ട്രൈറ്റ് അവേ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് EPS, ഏർണിങ്സ് പെർ ഷെയർ ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. EPS കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുവാ വേണ്ടേ? നമുക്കിവിടെ പ്രൈസ് പെർ ഷെയർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പ്രൈസ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? MPS ആ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇത് MPS ആണ് തന്നേക്കുന്നത്. MPS ₹72 തന്നിട്ടുണ്ട്. PE റേഷ്യോ എത്ര? 18 തന്നിട്ടുണ്ട്. PE റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? MPS ബൈ EPS അല്ലേ? പ്രൈസ് ഏർണിങ്സ് റേഷ്യോ, മാർക്കറ്റ് പ്രൈസ് ടു ഏർണിങ്സ് പെർ ഷെയർ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? PE റേഷ്യോ. അപ്പം അങ്ങനെയാണെങ്കിലേ EPS എന്ന് പറഞ്ഞാൽ നമുക്ക് MPS ബൈ PE എന്ന് എഴുതാമല്ലോ.
എം പി എസ് എത്രയാണ് 72, പി എത്രയാണ് 18, 72 ഡിവൈഡ് ബൈ 18, 72 ഡിവൈഡ് ബൈ 18 ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും, ഇ പി എസ് നമുക്ക് ₹4 എന്ന് കിട്ടും. ₹4 പെർ ഷെയർ, അതുകൂടെ എടുത്തേക്കണേ. ക്വസ്റ്റ്യനിലെ വേറൊരു സാധനം കൂടെ ചോദിച്ചിട്ടുണ്ട്, ബിൽഡിംഗ് ആൻഡ് ലാൻഡ്. ഇവിടെ ഒരു 5 എണ്ണം ചോദിച്ചിട്ടുണ്ട്, കൂടാതെ ഇവിടെ ഹിഡനായിട്ട് ഒരു 2 എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയും ചോദിച്ചിട്ടുണ്ട്, ബിൽഡിംഗ് ആൻഡ് ലാൻഡും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5ഉം 2ഉം അങ്ങനെയാണ് 7 വരുന്നത്. ഇത് വിട്ടു പോകരുത് ബിൽഡിംഗ് ആൻഡ് ലാൻഡ് കണ്ടുപിടിക്കാൻ. ബിൽഡിംഗ് ആൻഡ് ലാൻഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുണ്ട്, ടോട്ടൽ അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റായിട്ട് നമുക്ക് എന്തുണ്ട്, ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെന്താണ്, ക്യാഷ് തന്നിട്ടുണ്ട്. വേറെന്താ ഉള്ളത് നോക്കിക്കേ, ഇൻവെൻട്രി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ടോട്ടൽ അസറ്റിനകത്തു നിന്ന് ക്യാഷ്, ഡെറ്റർ, ഇൻവെൻറ്ററി കുറയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്ന എന്തായിരിക്കും, നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് ആയിരിക്കും. അതിനെ തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, നമ്മുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? കാരണം അത്രയും ഡേറ്റ നമുക്ക് തന്നിട്ടുള്ളൂ, വേറെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ നമുക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെയാണ് നമ്മളെന്താ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. സോ ഈ 2 ഐറ്റങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ഇതിന് ചിലപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഇവിടെ ചോദിച്ചേക്കുന്ന ഐറ്റംസുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ലെങ്കിൽ കൂടെയും അത് കണ്ടുപിടിച്ചിരിക്കണം. അവിടെ നിന്ന് മാർക്ക് മിസ് ഔട്ടായി പോകരുത്. ഓക്കെ അല്ലേ മക്കളെ? ശരി. പാർട്ട് ബി. എ ഫേം വാണ്ട്സ് ടു നോ വെദർ ഇറ്റ് ബിലോങ്സ് ടു non-bankrupt class of firms. Certain figures are extracted from the financial statements of the firm. You are required to use Altman Z-score model and place the firm in an appropriate class. Altman Z-score യൂസ് ചെയ്ത് നമ്മൾ എന്താണ്, അത് ബാങ്ക്രപ്റ്റ് ആണോ അല്ലയോ നമ്മൾ ആ ഒരു റേഞ്ച് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച് നോക്കണം. അപ്പോൾ ഒരു ചോദ്യം, ഓൾട്ട്മൻ Z-scoreന് നമുക്ക് 3 ഫോർമുല ഉണ്ട്. ഇതിൽ ഏത് ഫോർമുല ഇതിനകത്ത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് വായിക്കണം. ഇതൊരു ഫേമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഇതിനെപ്പറ്റിയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് പബ്ലിക്കിൻ്റെ ഉണ്ട്, പ്രൈവറ്റിൻ്റെ ഉണ്ട്, മാനുഫാക്ചറിങ്ങിൻ്റെ ഉണ്ട്. ഇതിലേത് യൂസ് ചെയ്യണം? സെയിൽസ് തന്നിട്ടുണ്ട്, EBIT കണ്ടിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ഉണ്ട്. ഈ ഒരു ഐറ്റം നോക്കിക്കേ, ബുക്ക് വാല്യൂ ഓഫ് ടോട്ടൽ ലയബിലിറ്റീസ്. ശരി, റീറ്റെയിൻ ഏർണിങ്സ് തന്നിട്ടുണ്ട്. അടുത്ത നോക്കിക്കുക, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. കണ്ടോ, ഈ 2 എണ്ണം ഏത് ഫോർമുലയിലാണ് വരുന്നത്? നമ്മുടെ 1.2 അത് വെച്ചിട്ടുള്ളത്. ഓക്കെ, 1.2, 1.4, 3.3, 0.6, 1 ആ ഒരു ഫോർമുല ഇവിടെ യൂസ് ചെയ്യണ്ടേ. കണ്ടോ, ഈ തന്നിരിക്കുന്ന ഡേറ്റയ്ക്കകത്തുനിന്ന് ഇത് ഏത് ഫോർമുലയിൽ വരുന്നു, X4ൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും വരുന്നത് ഏത് ഫോർമുലയാണോ ആ ഫോർമുല വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ബുക്ക് വാല്യൂ ഓഫ് ടോട്ടൽ ലയബിലിറ്റി ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, ഇതാണ് ഇവിടുത്തെ ക്രൂഷ്യൽ പോയിന്റ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 X1 + 1.4 X2 + 3.3 X3 + 0.6 X4 + 1 X5. ഓക്കെ, സോ X1 എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ബൈ ടോട്ടൽ അസറ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. X2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൻ ഏർണിങ്സ് ബൈ ടോട്ടൽ അസറ്റ്, റീറ്റെയിൻ ഏർണിങ്സ് തന്നിട്ടുണ്ട്. X3 എന്ന് വെച്ച് കഴിഞ്ഞാൽ EBIT ബൈ ടോട്ടൽ അസറ്റ് അതും തന്നിട്ടുണ്ട്. X4 ഞാനിപ്പോൾ പറഞ്ഞ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ബൈ ബുക്ക് വാല്യൂ ഓഫ് ടോട്ടൽ ലയബിലിറ്റീസ് അത് തന്നിട്ടുണ്ട്. X5 സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ് ഡയറക്റ്റ് ഫോർമുല ഇട്ട് കൊടുക്കുക. സോ ഈ പറഞ്ഞ X1, X2, X3, X4, X5 നമുക്കിതാ 0.2, 0.6, 0.25, 5, 0.5 ഇങ്ങനെ കിട്ടും. ഇതിനെ നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.2 X1, 1.4 X2, 3.3 X3, 0.6 X4 and 1 X5 ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z = 5.405 എന്ന് കിട്ടും. നമ്മുടെ ഇതിൻ്റെ ബാങ്ക്രപ്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള ലിമിറ്റ് എത്രയാണ്?
2.99 മുകളിലാണെങ്കിൽ എന്താണ്, ഇത് ബാൻകറപ്റ്റ് അല്ല. അപ്പോൾ ഇതെന്താണ്, 2.99 മുകളിലാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ബാൻകറപ്റ്റ് അല്ല എന്നുകൂടി ഇവിടെ എഴുതി വെക്കണം. നമ്മുടെ ആ ഒരു കൺക്ലൂഷൻ കൂടി നമ്മളിവിടെ എഴുതി വയ്ക്കണം, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ, ആൻഡ് പ്ലേസ് ദ ഫേം ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ എഴുതി വയ്ക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. പ്രിപ്പയർ എ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ സെയിം. എന്നാ എളുപ്പമാണ് നോക്കിക്കേ, എല്ലാവരും തന്നിട്ടുണ്ട്. ജസ്റ്റ് പെർസെൻറ്റേജ് മാത്രം എടുത്ത് കണ്ടുപിടിച്ചെഴുതുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സോ ഇത് ഞാനായിട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, ഞാൻ സജസ്റ്റ് ആൻസർ ഡയറക്റ്റ്ലി കാണിക്കാം. നമ്മുടെ സെയിം ഗ്രോസ് സെയിൽ ഉണ്ട്, ലെസ് സെയിൽസ് റിട്ടേൺ. ക്വസ്റ്റ്യനോട് നോക്കിക്കേ, നെറ്റ് സെയിൽ, അതിൽ നിന്ന് എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. മറ്റേ തന്നെ എഴുതി വെച്ചേക്കുന്നത്, അതെ. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുന്നു, ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ എന്താ കിട്ടും, ഇൻകം ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. ആഡ് ബാക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, അത് തന്നെ, അത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ആഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. സെയിം സാധനം പക്ക അതുപോലെ എടുത്ത് എഴുതി വെക്കുക. എന്നിട്ട് ഹിയർ ഇസ് എ ട്രിക്കി പാർട്ട്. പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ കൊണ്ട് തെറ്റിക്കരുത്. അവിടെ തെറ്റിച്ചാൽ കഴിഞ്ഞു. എന്തിൻ്റെ പെർസെൻറ്റേജ് എടുക്കണ്ടേ, നമ്മൾ ഓരോ ഐറ്റം ആസ് എ പെർസെൻറ്റേജ് ഓഫ് വാട്ട്, നമ്മൾ എന്തിൻ്റെ എടുക്കണ്ടേ, ആസ് എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് സെയിൽസ്. എല്ലാം നെറ്റ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് വേണം എടുക്കാൻ. നോക്ക്, നെറ്റ് സെയിൽസിനെ നമ്മൾ 100 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എപ്പോഴും 100%. സോ ഇതാണ് 100%. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയെല്ലാം പോകുന്നത്. 2 വർഷം അങ്ങനെ തന്നെ എടുത്തേക്കുന്നത് 100. സോ നോക്കിക്കേ, അപ്പം ഗ്രോസ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 10,30,000 ഡിവൈഡ് ബൈ 10 lakh ചെയ്യുമ്പോൾ എന്താണ് 103% എന്ന് കിട്ടും. സെയിൽസ് റിട്ടേൺ ആസ് എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് സെയിൽ 30,000 ഡിവൈഡ് ബൈ 10 lakh 3%. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് എത്ര വരും, 60%. ഇത് 40%. അങ്ങനെ ഓരോന്നും ആസ് എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് സെയിൽസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? എന്നിട്ട് അത് എഴുതി വെക്കുക. നെറ്റ് പ്രോഫിറ്റ് എത്താണ്, 10.3. ഇങ്ങനെ 2 വർഷത്തിനും കമ്പ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ 23 കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം നമുക്ക് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല, ഡയറക്റ്റ് എഴുതിയാൽ മതി. പക്ഷേ 24 വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എന്താണ് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, ഈ ഡെസിമൽസ് കുറച്ചുകൂടെ ചേഞ്ച് ആവുന്നുള്ളതുകൊണ്ട്. ഓക്കെ, സോ അങ്ങനെ അത് കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് നമ്മളെന്തോ ചെയ്യണം, കമൻറ്റ് പറയണം. ഇൻ ദ ഇയർ 2024 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിക്ലൈൻഡ് ബൈ 5%. നോക്കിക്കേ, 60 എന്നുള്ളത് 55 കുറഞ്ഞു. ഇവിടെ ഈ 2 വർഷത്തിലോട്ട് നോക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അഡ്മിൻ എക്സ്പെൻസസ് കൂടിയിട്ടുണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ് നമുക്ക് എന്താണ് കുറഞ്ഞിട്ടുണ്ട്. ഓവറോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താണ് കുറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് ഗുഡ്. ഇൻകം ഫ്രം ഓപ്പറേഷൻ 11.5% നിന്ന് മുകളിലോട്ട് കൂടിയിട്ടുണ്ട്. ഇത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് എന്താണ് 2.4 2.8 കൂടിയിട്ടുണ്ട്. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 13.9 നിന്ന് 22.25 കൂടിയിട്ടുണ്ട്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 3.6 നിന്ന് അത് കൂടിയിട്ടുണ്ട്. അത് അത്ര നല്ലതല്ല. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസാണ്, ഓപ്പറേറ്റിംഗ് ആണെങ്കിലും തിരക്കില്ല, നോൺ ഓപ്പറേറ്റിംഗ് അത് കൂടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നപ്പോൾ നമ്മൾ നോക്കണം. പിന്നെ നെറ്റ് പ്രോഫിറ്റ് 10.3 എന്നുള്ള 17.81. ഓവറോൾ കുഴപ്പമില്ല, കൂടുതൽ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യണം. This may be due to reduction in cost of raw material. As a result, gross profit increases from 40 to 45%. നമ്മൾ പറഞ്ഞു.
2. Operating expense reduced by 2.9%. This may be due to efficient working of the company. There is a reduction in cost of goods sold, which jointly contributes in increasing income from 7.9. Therefore, it can be concluded that the company is efficiently managed in the year 2024 as compared to 2023. നോക്കിയാൽ നമ്മുടെ ഓവറോൾ മെയിൻ മെട്രിക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇൻകം ഫ്രം ഓപ്പറേഷൻ നല്ലോണം കൂടിയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, ടോട്ടൽ ഇൻകം കൂടിയിട്ടുണ്ട്, ഇതെല്ലാം കൂടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറയുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം എന്താ? നമ്മുടെ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ. പിന്നെ വേണമെങ്കിൽ ഇതും പറയാം, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കണം എന്നുള്ളതുകൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് നോട്ട് ഓൾ ദ പെർസെൻറ്റേജസ് ഹാവ് ബീൻ കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ നെറ്റ് സെയിൽസ്. എല്ലാം നെറ്റ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് തന്നെയാണ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തേ, ജസ്റ്റ് ഇത്രയും പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്താൽ തന്നെ കൂടിയോ കുറഞ്ഞോ. സെയിൽസിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം സെയിൽസിനെ നമ്മൾ അതിൻ്റെ ബേസായിട്ട് എടുത്തേക്കുന്നത്. സോ ഇവിടം തൊട്ടാണ്, ഇതിൻ്റെ താഴോട്ടാണ് നമ്മുടെ റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് വരുന്നത്. ഓക്കെ. സെയിൽസിൻ്റെ ഫിഗർ വേണമെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. 10 lakh എന്നുള്ളത് 12 lakh ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് സെയിൽസിൽ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു 2 lakh ഇൻക്രീസും വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ കമ്പനി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തുകൊണ്ട് കൂടി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കമൻറ്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഫൈൻ. സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4A. Coming to 4B, Prakash Packers Limited has the following capital structure. Equity share capital, face value 10, capital 200 lakh. Preference share capital 14% dividend കൊടുക്കുന്നുണ്ട്, ഫേസ് വാല്യൂ 100, അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 100. റിട്ടേൺ ഏർണിങ്സ് 100, 12% ഡിബഞ്ചേഴ്സ്, അതിൻ്റെ ഫേസ് വാല്യൂ 100, 300 lakh വരുന്നുണ്ട്. 11% ലോങ് ടേം ലോൺ ഫ്രം ബാങ്ക് 50. സോ ഇതെന്താണ്? ഇത് ഇക്വിറ്റി, ഇത് പ്രിഫറൻസ്, റിട്ടൈൻഡ് ഏർണിങ്സ്, ഇത് രണ്ടും എന്താണ്? ഡെറ്റ്, ലോങ് ടേം ഡെറ്റ്. ഓക്കെ. Additional information. Market price per equity share is 32. Company is expected to declare a dividend per share of ₹2. There will be a growth of 10% in dividend for the next 5 years. Preference shares are redeemable at a premium of 5% per share after 8 years. അപ്പോൾ ഇതെന്താണ്? 8 വർഷം കഴിഞ്ഞ് റിഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. റിഡീമബിൾ അറ്റ് എ പ്രീമിയം. കറൻ്റ്ലി ട്രേഡഡ് അറ്റ് 84 in the market. ഡിബഞ്ചർ റിഡംഷൻ വിൽ ടേക്ക് പ്ലേസ് ആഫ്റ്റർ 7 years. അതിൻ്റെ ലൈഫ് പറഞ്ഞിട്ടുണ്ട്. റിഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 5 per ഡിബഞ്ചർ ആൻഡ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇസ് 90 per ഡിബഞ്ചർ. കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഇസ് 40%. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് ബുക്ക് വാല്യൂ വെയ്റ്റ്. ഒറ്റ മെത്തേഡേ പറഞ്ഞുള്ളൂ, ബുക്ക് വാല്യൂ മാത്രം ഇട്ട് കണ്ടുപിടിച്ചാൽ മതി. ബുക്ക് വാല്യൂ മതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റേനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കാം. സോ KE കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, 200 lakh ആണ് അത് തന്നിട്ടുണ്ട്. ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്. ഫസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ നോക്കിയേ, മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഈസ് 32. MPS തന്നിട്ടുണ്ട്. കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിക്ലെയർ എ ഡിവിഡൻഡ് പെർ ഷെയർ ഓഫ് ₹2. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് തന്നിട്ടുണ്ട്, ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഏത് ഫോർമുല യൂസ് ചെയ്യണം? KEക്ക് ഗോർഡൻസ് മോഡൽ D1/P0 + G KE കണ്ടുപിടിക്കാൻ യൂസ് ചെയ്താൽ മതി. D1 തന്നിട്ടുണ്ട്, സ്ട്രെയിറ്റ് അവേ 2/P0 എത്രയാ? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 32 പ്ലസ് ഗ്രോത്ത് റേറ്റ് 10% തന്നിട്ടുണ്ട്. ഓക്കെ. ഈ 5 years ഒന്നും നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ നോക്കേണ്ട കാര്യമില്ല. എന്താണ്? ഇക്വിറ്റിയാണ്. അതുകൊണ്ട് അടുത്തത് പ്രിഫറൻസ് ഷെയർസ് നോക്കിക്കേ. KP കണ്ടുപിടിക്കാനായിട്ട് പ്രിഫറൻസ് ഡിവിഡൻഡ് പ്ലസ് RV - NP/N ഹോൾ ഡിവൈഡ് ബൈ RV + NP/2 ഫോർമുല നമ്മൾ പഠിച്ചു ഓർക്കുന്നില്ലേ? പ്രിഫറൻസ് ഡിവിഡൻഡ് നമുക്ക് എത്രയാ?
ഇവിടെ തന്നിട്ടുണ്ട് 14% ആണ്. ഫേസ് വാല്യൂ 100 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 14 ആണ് നമ്മുടെ പ്രിഫറൻസ് ഡിവിഡൻറ്റ്. റിഡംഷൻ വാല്യൂ എത്രയാണ്? പ്രീമിയം ഓഫ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 105 ആണ് നമ്മുടെ എന്ത് റിഡംഷൻ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 105. നെറ്റ് പ്രൊസീഡ്സ് NP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 84. N എത്രയാ? N നമുക്ക് 8 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഡേറ്റ അത്രയുണ്ടല്ലോ. ഫൈൻ. ഡിബഞ്ചേഴ്സിനാണെങ്കിലോ ഇത് നമ്മുടെ ഏതാണ്? KDയുടെ ഫോർമുല ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് RV മൈനസ് NP ബൈ N ഹോൾ ഡിവൈഡ് ബൈ RV പ്ലസ് NP ബൈ 2. ഈ ഫോർമുല ഉണ്ടല്ലോ. RV തന്നിട്ടുണ്ട് പ്രീമിയം ഓഫ് 5. അപ്പോൾ RV എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 105. NP എത്രയാ? 90. പിന്നെ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 40%. ഇൻട്രസ്റ്റ് എത്രയാ? ഡിബഞ്ചേഴ്സിൻ്റെ ഇവിടെ ഡിബഞ്ചേഴ്സ് എടുക്കണ്ടേ? എത്രയാ? 12% ഉണ്ട്. അപ്പോൾ 100 ഇൻറ്റു 12 എത്രയാ? 12 ഇൻറ്റു 1 മൈനസ് 0.4 അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്യാം. പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ട്, ഒന്നല്ല 2. റീറ്റെയിൻഡ് ഏർണിങ്സിനെ പറ്റി വേറെ ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? കണ്ടുപിടിക്കുക. കെയിനെ തന്നെ നമുക്ക് എന്താണ് KR ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ലോങ് ടേം ലോൺ ഉണ്ട്, നമുക്കൊരു 11%. ഇതിന് നമുക്ക് ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം? ടേം ലോൺ. ഇതിനെപ്പറ്റി വേറൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? I ഇൻറ്റു 1 മൈനസ് T. സിമ്പിളി ഈ ഒരു ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എൻ്റെ കാൽക്കുലേഷനിലോട്ടൊന്ന് പോവാം. KO യൂസിങ് ബുക്ക് വാല്യൂ. KE കണ്ടുപിടിക്കാനായിട്ട് ഗോർഡൻസ് മോഡൽ D1 ബൈ P0 പ്ലസ് G 2/32 പ്ലസ് 0.10 10% ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കിട്ടും 0.1625 അല്ലെങ്കിൽ 16.25% എന്ന് കിട്ടും. KP കണ്ടുപിടിക്കാനായിട്ട് പ്രിഫറൻസ് ഡിവിഡൻറ്റ് 100 ഇൻറ്റു 14% പ്ലസ് ഞാൻ പറഞ്ഞ പോലെ 105 മൈനസ് 84 ഡിവൈഡ് ബൈ നമ്മുടെ റിഡംഷൻ പീരീഡ് എത്രയാണ്? 8 വർഷം ഹോൾ ഡിവൈഡ് ബൈ 105 പ്ലസ് 84/2 ചെയ്യുമ്പോൾ നമുക്ക് 0.1759 എന്ന് കിട്ടും, അഥവാ 17.59%. KD കണ്ടുപിടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് RV മൈനസ് NP ബൈ N ഹോൾ ഡിവൈഡ് ബൈ RV പ്ലസ് NP ബൈ 2. സെയിം സാധനം നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കെന്ന് കിട്ടും 0.0958 എന്ന് കിട്ടും, അഥവാ 9.58% എന്ന് കിട്ടും. KR എന്ന് പറഞ്ഞാൽ KE തന്നെയാണ് 16.25%, അഥവാ 0.1625. KD എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണിൻ്റെ KD ആണ് പറയുന്നത്. 11 ഇൻറ്റു 1 മൈനസ് 0.4% എന്ന് വെച്ചുമ്പോൾ നമുക്ക് 6.6% എന്ന് കിട്ടും. ഇത്രയുണ്ട്. ഫൈൻ. ഇനി നമ്മൾ എന്തോ ചെയ്യണം? വെയിറ്റ് കണ്ടുപിടിക്കണം. വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നമ്മൾ ആ ഒരു ടാബ്ലർ ഫോർമാറ്റിൽ എഴുതും. നമ്മൾ ഓരോന്നും എടുത്ത് എഴുതുക. ഇക്വിറ്റി 200 ലാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബുക്ക് വാല്യൂ ആണ് പറഞ്ഞേക്കുന്നത്, മാർക്കറ്റ് വാല്യൂ അല്ല. ബുക്ക് വാല്യൂ ആണെങ്കിൽ ഇതെന്താണ്? ഇത് ബുക്ക് വാല്യൂ ആണേ. നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഈ പറയുന്ന നോർമലി യൂഷ്വലി എന്താണ് നമ്മുടെ ബുക്ക് വാല്യൂ 750 ഈ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമ്മളെന്താണ് അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. സോ 200 ഡിവൈഡ് ബൈ 750 0.267 എന്ന് കിട്ടും. പിന്നെ ഇക്വിറ്റി കഴിഞ്ഞാൽ പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് KR അതിനെന്താണ് 100 ഡിവൈഡ് ബൈ 750. പ്രിഫറൻസ് ആണെങ്കിൽ 100 ഡിവൈഡ് ബൈ 750. ഡെറ്റ് ആണെങ്കിൽ 300 ബൈ 750. ലോൺ ആണെങ്കിൽ 50 ബൈ 750. അങ്ങനെ വെയ്റ്റ്സ് കമ്പ്യൂട്ട് ചെയ്യും. ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള അതിൻ്റെ എന്താണ് കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽസ് നമ്മളിവിടെ എഴുതി വെക്കും. വെയിറ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ചെയ്യും. അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 0.1311 എന്ന് കിട്ടും, അഥവാ 13.11% ആണ് നമ്മുടെ KO യൂസിങ് ബുക്ക് വാല്യൂ ഓഫ് വെയ്റ്റ്സ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്ട്രൈറ്റ് അവേ ഇട്ട് ചെയ്യുക. എക്സാം നല്ല എളുപ്പമായിരുന്നല്ലോ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര എളുപ്പമായിരുന്നു ഈ കഴിഞ്ഞ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് ഈ അറ്റംപ്റ്റിൽ നമുക്ക് അത്ര എക്സ്പെക്റ്റ് ചെയ്യേണ്ട, അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോണം. ചിലപ്പോൾ പാടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. സോ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ 4ഉം കഴിഞ്ഞു. ഓക്കെ അല്ലേ മക്കളെ? ശരി, ക്വസ്റ്റ്യൻ നമ്പർ 5 അതിൻ്റെ എ പാർട്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് NPV ഓഫ് ദ ഫോളോയിങ് ബിസിനസ് പ്രപ്പോസൽ ആൻഡ് സജസ്റ്റ് വെദർ ദ പ്രപ്പോസൽ ഷുഡ് ബി അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്.
ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, സാൽവേജ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ 3 years തന്നിട്ടുണ്ട്, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്, ഇൻകം ടാക്സ് ഓൺ പ്രോഫിറ്റ് ആസ് വെൽ ആസ് ക്യാപിറ്റൽ ഗെയിൻ. ഇമ്പോർട്ടൻ്റാണ്, പ്രോഫിറ്റിൻ്റെ മാത്രമേ നമ്മൾ യൂഷ്വലി എന്താണ് നമ്മൾ ചെയ്ത് വരാറുള്ളൂ, പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്, നമ്മൾ ചെയ്തിട്ടും ഉണ്ട് ബുക്കിൽ. ഓക്കെ, 30%. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാൽ 30%, ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാൽ 30%. ഈ ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ. ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ച്, നമ്മുടെ മെഷീൻ എത്ര വർഷമാടാ? 3 വർഷം. 3 വർഷമുണ്ട്. 3 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മെഷീൻ വിൽക്കുകയാണെങ്കിൽ ആ വിൽക്കുന്ന സമയത്ത് നമുക്കിപ്പം ഞാനിപ്പം മെഷീൻ്റെ വില എത്രയാണ്? ഫിക്സഡ് അസറ്റ് 5 ലക്ഷം. ഈ 5 ലക്ഷം ഡിപ്രീഷിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു റിട്ടേൺ ഡൗൺ വാല്യൂ കാണുമല്ലോ, WDV. ആ WDVനെക്കാട്ടിലും കൂടിയൊരു വിലയ്ക്കാണോ ഇത് വിൽക്കുന്നത് നോക്കണം. സോ അതെത്ര? സാൽവേജ് വാല്യൂ 2 lakh ആണെന്നുണ്ടെങ്കിൽ ഈ 2 lakh എന്ന് പറയുന്നത് ഈ 5 ലക്ഷത്തിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് 2 lakh മൈനസ് WDV, ആ കിട്ടുന്ന ആ ഒരു ഡിഫറൻസിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? 30% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. അതേ ഉള്ളൂ ഇവിടെ ഒരു പ്രത്യേക ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാനായിട്ട്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതൊന്നുമില്ല, നമ്മുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ തന്നേക്കുന്നത്. അതിൻ്റെ ഇവിടെ താഴെ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ഇതും തന്നിട്ടുണ്ട്, എന്ത് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സും തന്നിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ ഈസ് ടു ബി ചാർജ് അണ്ടർ WDV ഫോർ എന്താണ് 3 years at 40%. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഒന്ന് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ സജസ്റ്റ് ആൻസർ ആണ്. അവരെങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിക്സഡ് അസറ്റ്, നമ്മുടെ അസറ്റിൻ്റെ കോസ്റ്റ് ഇനീഷ്യൽ ഔട്ട്ഫ്ലോ ആയി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ 3 സ്റ്റേജായിട്ട് നമ്മളിത് ചെയ്യുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്താണ്? ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ. 2 നമ്മുടെ ഇയർലി വരുന്ന ക്യാഷ് ഇൻഫ്ലോസ്. 3 നമ്മുടെ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ. ഇതിൽ നിന്ന് എന്താണ് നമ്മുടെ ഔട്ട്ഫ്ലോ, ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ പ്രസൻറ്റ് വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് നമ്മുടെ NPV കിട്ടും. NPV പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ, ആദ്യമേ നമുക്ക് നമ്മുടെ ഔട്ട്ഫ്ലോസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ മെഷീൻ വാങ്ങിക്കുന്ന തുടങ്ങുന്ന വർഷം ഇയർ 0 നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ. അസറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കോസ്റ്റായ 5 ലക്ഷം. വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം, കൂട്ടുമ്പോൾ നമുക്ക് 6 ലക്ഷം. നോക്കിക്കേ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് 5 lakh, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh, രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 6 ലക്ഷം കിട്ടും. സോ ഇതാണ് നമ്മുടെ എന്താണ് ക്യാഷ് ഔട്ട്ഫ്ലോ, 6 ലക്ഷം. അതെടുത്ത് അവിടെ എഴുതി വെക്കുക. ഇനി ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ബിഫോർ ടാക്സ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ബിഫോർ ടാക്സ്. ഓക്കെ, എല്ലാ വർഷവും ബിഫോർ ടാക്സ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇതിനെ നമ്മൾ എബിറ്റയായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇൻട്രസ്റ്റിൻ്റെ കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കതിനെ ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് ആയിട്ടെടുക്കാം. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും 3 ലക്ഷം തന്നെയാണ് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ. ഓക്കെ, ഡിപ്രിസിയേഷൻ, നമ്മുടെ അസറ്റിൻ്റെ വില എത്രയാണ്? 5 ലക്ഷം. സോ നമ്മുടെ 5 ലക്ഷത്തിന് എല്ലാ വർഷവും എത്രയാണ് വരുന്നത്? 40% WDVയിൽ ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 5 lakh ഇൻറ്റു 40% വരുമ്പോൾ എത്രയാണ്? 2 lakh വരും. ഓക്കെ, നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 5 lakh ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ 5 lakh ആണ്, ഡിപ്രിസിയേഷൻ 2 lakh ഉണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് എത്ര വരും? ക്ലോസിങ് എത്ര വരും? 3 lakh വരും. ഇത് ഓപ്പണിംഗ്, ഡിപ്രിസിയേഷൻ, ക്ലോസിങ്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 3 lakh വരും. 3 lakhൻ്റെ 40% 1,20,000. ഇതാ നോക്ക്, 1,20,000. 1,20,000 ഇവിടെ നിന്ന് കുറയ്ക്കും. നമ്മുടെ ക്ലോസിങ് എത്ര വരും? 1,80,000 വരും.
തേർഡ് ഇയറിലെ ഓപ്പണിംഗ് 1,80,000 വരും. ഇൻറ്റു 40%, 72,000. നമ്മുടെ ക്ലോസിങ് എത്ര വരും? 1,08,000 വരും നമ്മുടെ ക്ലോസിങ് WDV. ഇത് ക്ലോസിങ് WDV. ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ എത്രയാണ്? 2 lakh. സെക്കൻഡ് ഇയറിലെ ഡിപ്രിസിയേഷൻ എത്രയാണ്? 1,20,000. തേർഡ് ഇയറിലെ ഡിപ്രിസിയേഷൻ എത്രയാണ്? 72,000. കറസ്പോണ്ടിങ് ആയ ക്യാഷ് ഫ്ലോസിൽ നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ടാക്സബിൾ പ്രോഫിറ്റ് അഥവാ EBT, ഓക്കെ, EBT എന്ന് പറയുന്നത് നമുക്ക് എന്തോ കിട്ടും? 1 lakh, 3 lakh minus 1,20,000, 1,80,000, 3 lakh minus 72,000, 2,28,000 EBT. അതിനകത്തുനിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാലും നമ്മൾ ടാക്സ് കൊടുക്കണം, ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാലും ടാക്സ് കൊടുക്കണം. ഇവിടെ നമുക്ക് എന്താ പ്രോഫിറ്റാണ്, അപ്പോൾ നമുക്ക് എന്തോ ചെയ്യണം? 30% ടാക്സ് കുറയ്ക്കണം. സോ EBTയുടെ 30% നമ്മളിവിടെ കുറയ്ക്കുകയാണ്. കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? നമുക്കിവിടെ EAT കിട്ടും. ഓക്കെ, ഓക്കെ. സോ ടാക്സബിൾ പ്രോഫിറ്റ് നമുക്ക് എന്തോ വരും? 1 lakhനകത്തു നിന്ന് ഈ 30,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? 70,000 കിട്ടും. 70,000 കിട്ടിയാൽ മാത്രം പോരാ, ആഡ് ബാക്ക് നോൺ ക്യാഷ് ഐറ്റംസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തോ ചെയ്യണം? ഇവിടെ കുറച്ച ഡിപ്രിസിയേഷനെ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ഇവിടെ ചെയ്യണം. സോ ഇവിടെ എന്താ നടക്കുന്നത്? ഈ 1 lakhനകത്തു നിന്ന് 30,000 കുറച്ചിട്ട് ഈ 2 ലക്ഷം തിരിച്ച് ആഡ് ചെയ്യണം. ഇവിടെ എന്താ നടക്കുന്നത്? 1,80,000 നിന്ന് ഈ 54,000 കുറച്ചിട്ട് ഈ 1,20,000 ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ എന്താ നടക്കുന്നത്? 2,28,000 നിന്ന് ഈ 68,400 കുറച്ചിട്ട് ഈ 72,000 ആഡ് ബാക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടത്തുള്ളൂ. സോ ആഡിങ് ബാക്ക് ഡിപ്രിസിയേഷൻ അത് മറന്നുപോരാ. ആ ഒരു സ്റ്റെപ്പായിട്ട് ഇവർ കാണിച്ചിട്ടില്ല. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ക്യാഷ് ഫ്ലോ കിട്ടത്തുള്ളൂ. ഡിപ്രിസിയേഷൻ എന്താ? നോൺ ക്യാഷ് ആയിട്ടതാണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് എന്ത് കിട്ടും? CFAT കിട്ടും. പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് ക്വസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങോട്ട് എഴുതി വെക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എന്തോ കിട്ടും? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഓക്കെ, നമ്മുടെ എല്ലാ വർഷവും ഉള്ളതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. കഴിഞ്ഞിട്ടില്ല, ടെർമിനൽ ഫ്ലോ ഉണ്ട്. നമ്മുടെ 3-ാം വർഷം അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ മെഷീനോടൊരു കാര്യം ചെയ്യും. നമ്മൾ മെഷീനെ എടുത്ത് വിൽക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ തേർഡ് ഇയറിലെ ക്ലോസിങ് WDV എത്രയാണ്? 1,08,000 ആണെന്ന് ഞാൻ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു സാധനം കൂടെ നിങ്ങളെ എക്സാമിന് ചെയ്യുമ്പോൾ ചെയ്യണം. ഇവരിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ എന്തായാലും അത് ചെയ്യണം. ഈ 1,08,000. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. നമ്മൾ എത്രയാണ് നമ്മുടെ ഇത് വിൽക്കുന്നത്? സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 lakh മൈനസ് 1,08,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 92,000 എന്ന് കിട്ടും. ഇതാണ് എന്ത്? നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ. എൻ്റെ ബുക്കിൽ ഇതിന് 1,08,000 വാല്യൂ ഉള്ളൂ. പക്ഷേ എനിക്കതിനെ 2 lakhന് എനിക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ 92,000 എന്ന് പറയുന്ന എൻ്റെ പ്രോഫിറ്റാണ്, മെഷീൻ വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റാണ്. അതെൻ്റെ ക്യാപിറ്റൽ ഗെയിനാണ്. ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ ഞാൻ എന്ത് കൊടുക്കണം? 30% ടാക്സ് കൊടുക്കണം. സോ ഇൻറ്റു 30% ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27,600 എന്ന് കിട്ടും നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അപ്പോൾ ഇയർ എൻഡിൽ വരുന്ന എൻ്റെ ടെർമിനൽ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? എനിക്ക് ഇങ്ങോട്ട് എന്തോ വരും? എൻ്റെ സാൽവേജ് വാല്യൂ 2 ലക്ഷം രൂപ എനിക്ക് സാൽവേജ് വാല്യൂ ഇങ്ങോട്ട് കിട്ടും. ഔട്ട് ഓഫ് വിച്ച് അതിനകത്തുനിന്നൊരു 27,600 ഞാൻ എന്തോ ചെയ്യണം? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് ഞാൻ കൊടുത്ത് മാറ്റണം. സോ 2 lakh മൈനസ് 27,600. പിന്നെ വേറൊരു പ്രധാന കാര്യമുണ്ട്. ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുന്ന ഫസ്റ്റ് ഇയറിൽ
0th ഇയറിൽ എനിക്ക് ചിലവായി പോകുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ എനിക്ക് തിരിച്ച് പിടിക്കാൻ പറ്റും. സോ ആഡ് ബാക്ക് ദാറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പ്രോബ്ലത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് എപ്പോഴും നമ്മൾ 0th ഇയറിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ എന്താണ് നമുക്കതിനെ തിരിച്ച് കിട്ടും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? ടോട്ടൽ നമുക്ക് ഇത് മൈനസ് ആണ്, മൈനസ് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? 2,72,400 എന്ന് കിട്ടും. ഇതാണെന്ത് നമ്മുടെ ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കണം. സോ നമ്മുടെ തേർഡ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 0.6086 നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇതാണ്ട് 0.6086. തേർഡ് ഇയറിലെ തന്നെ ഇതാണ്, നമുക്ക് തേർഡ് ഇയറിലെ മാത്രം മതി. ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 1,65,783 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ. ഇനി നമ്മളെങ്ങനെ NPV കണ്ടുപിടിക്കുന്നത്? ഇവിടെ കണ്ടുപിടിച്ച ഇത് പ്ലസ് ഇവിടുത്തെ ഇത് മൈനസ് ഫസ്റ്റ് ഇയറിലെ നമ്മൾ സ്പെൻഡ് ചെയ്ത 6 lakh. സോ നോക്കിക്കേ, 5,46,454 പ്ലസ് ഇത് 1,65,783. ഇത് എന്താണ്? നമ്മുടെ PVIF പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇതെന്താണ്? PVOF. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ഇതാണ് നമ്മുടെ NPV. ഇതെന്താണ്? ദിസ് ഇസ് പോസിറ്റീവ്. NPV പോസിറ്റീവാണ്. അത് നല്ല ഹയർ ഒരു ഫിഗറാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ആ പ്രൊപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യാം. ഈസി ക്വസ്റ്റ്യനാണ്, തല പോയിക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ആ കൂടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ ഗെയിൻ അത് മാത്രം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ എ പാർട്ട്. ബി പാർട്ട് നോക്കാം. എ പ്രോജക്റ്റ് റിക്വയറിംഗ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 5 lakh is creating a fixed facility ensures net incremental inflow of 1,50,000 per annum before deduction of depreciation and tax. Okay. അപ്പോൾ ഇതെന്താ? EBDT. Fixed facility is likely to have an economic life of 5 years with a scrap value of 1 lakh at the end. Okay. Depreciation is allowed on a straight line basis and a marginal tax rate is 40%. Okay. Cost of capital is 10% per annum. സമ്മതിച്ചു. എന്തോ കണ്ടുപിടിക്കണ്ടേ? You are required to estimate the IRR of the project and advise the management on its acceptability. അപ്പോൾ IRR കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്തോ ചെയ്യണ്ടേ? ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യണം. ആ പെർസെൻറ്റേജ് അത് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് എന്താണ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. സോ ഇവിടെ നമുക്ക് 3% അവർ തന്നെ തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് പ്രസൻറ്റ് വാല്യൂ ടേബിൾ. അപ്പം നമ്മൾ എന്തോ ചെയ്യണ്ടേ? അതും എളുപ്പമാക്കി തന്നിട്ടുണ്ട്. 10% കണ്ടുപിടിക്കാം, 11% കണ്ടുപിടിക്കാം, 12% കണ്ടുപിടിക്കാം. എന്നിട്ട് ഇതിലേതാണോ അതനുസരിച്ചിട്ട് നമ്മൾ IRR ഡിറ്റർമിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. സോ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ സജസ്റ്റ് ആൻസർ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. സിംപ്ലി വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇവരിവിടെ ഈ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല. സോ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% കണ്ടുപിടിക്കണം. 10% നമ്മുടെ എന്താണ് NPV കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ 11% NPV കണ്ടുപിടിക്കണം. 12% നമ്മൾ NPV കണ്ടുപിടിക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ IRR കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്നാ വേണ്ടേ? നമുക്കൊരു ലോവർ റേറ്റും വേണം, ഹയർ റേറ്റും വേണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യും? അങ്ങനെയാണ് നമ്മൾ NPV കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു പോസിറ്റീവ് NPV വേണം, നമുക്കൊരു നെഗറ്റീവ് NPV വേണം. പോസിറ്റീവ് NPV നമുക്ക് എപ്പോഴും ലോവർ റേറ്റിലും നെഗറ്റീവ് NPV എപ്പോഴും ഹയർ റേറ്റിലുമായിരിക്കും കിട്ടുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കേ. അതിന് മുന്നേ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വർഷം കിട്ടുന്ന ക്യാഷ് ഫ്ലോ 1,50,000 ആണ്. ഡെപ്രിസിയേഷൻ SLM ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെപ്രിസിയേഷൻ എങ്ങനെയാണ്? നമ്മുടെ കോസ്റ്റ്
5 lakh മൈനസ് നമ്മുടെ സാൽവേജ് വാല്യൂ എത്രയാണ് 1 lakh മൈനസ് 5 ഇയർ ആണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ 80,000 പെർ ഇയർ ആണ് എന്ത് നമ്മുടെ ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മുടെ ക്യാഷ് ഫ്ലോ CFAT എല്ലാ വർഷം വരുന്നത് എങ്ങനെയാണ് EBDT ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് 1,50,000 ഈ SLM ഡിപ്രിസിയേഷൻ കുറയ്ക്കുക EBT കിട്ടും. അതിനകത്തുനിന്ന് 40% ടാക്സ് ഉണ്ട്, അത് കുറയ്ക്കുക 28,000 നമുക്ക് EAT കിട്ടും. ആഡ് ബാക്ക് ഡിപ്രിസിയേഷൻ വീണ്ടും മുമ്പേ ചെയ്ത സെയിം സാധനം തന്നെ CFAT നമുക്ക് 1,22,000 എന്ന് കിട്ടും. എല്ലാ വർഷവും ഇത് സെയിം ആ. കാര്യം എന്താ SLM മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ആയതുകൊണ്ട് എല്ലാ വർഷവും CFAT സെയിം ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യണം, ഇതുപോലെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇവരിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന പോലെ എന്താണ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എല്ലാ വർഷവും ക്യാഷ് ഫ്ലോ യൂണിഫോമാണ്. യൂണിഫോം ക്യാഷ് ഫ്ലോ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ഇട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സമയ ലാഭം അത് തന്നെയാണ്. ആനുവിറ്റി ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ പോരെ ഓരോന്നിൻ്റെയും 0.909 826 751 683 0.261 ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് 3.79 എന്ന് കിട്ടും. ഓക്കെ, സോ 1 to 5 ഇയേഴ്സിലേക്കുള്ളത് നമുക്ക് എന്താണ് അതിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. സോ 1,22,000 ഓക്കെ ഇൻറ്റു 3.79 ചെയ്യുമ്പോൾ നമുക്ക് 462,380 എന്ന് കിട്ടും. 5th ഇയറിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. എന്നാ വരുന്നത്, സ്ക്രാപ്പ് വാല്യൂ ആയ ഒരു 1 lakh കൂടെ വരുന്നുണ്ട്. സോ ഇവിടെ എന്താണ്, ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ മുകളിൽ ടാക്സ് ഒന്നും ഇല്ല. സോ ആ 1 lakh മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് ഈ 5th ഇയറിലെ ആനുവിറ്റി ഫാക്ടർ 5th ഇയറിലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 0.621 അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇതെന്താണ് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ 0.621 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും, നമുക്ക് ടോട്ടൽ PVIF എന്ന് വെച്ച് കഴിഞ്ഞാൽ 5,24,480 എന്ന് കിട്ടും. അതിനകത്തുനിന്ന് നമ്മുടെ ഔട്ട്ഫ്ലോ കുറയ്ക്കുക. ഓക്കെ, ഔട്ട്ഫ്ലോ എന്താ ഉള്ളത് ഇവിടെ, ആ കൂടെ നമുക്ക് എന്താണ് 5 lakh മാത്രമേ ഉള്ളൂ നമ്മുടെ ഔട്ട്ഫ്ലോ എന്ന് പറയാനായിട്ട്. ആ 5 lakh നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, PVOF കുറയ്ക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, NPV പോസിറ്റീവ് എത്ര കിട്ടും 24,480 എന്ന് കിട്ടും. ഇതെത്രല്ല 10%. ഇതേപോലെ തന്നെ എന്തിനൊക്കെ കണ്ടുപിടിക്കണം, 11% കണ്ടുപിടിക്കണം, 12% കണ്ടുപിടിക്കണം. ബാക്കി ഞാൻ ഇതിലേക്ക് വരാം. ഓക്കെ, ഇവരും ഇത് തന്നെ ചെയ്തു വെച്ചേക്കുന്നത്. സോ ഞാനിവിടെ എന്തോ ചെയ്തു, ഞാനിവിടുത്തെ ഇത്രയത്തിനെ ഒറ്റയടിക്ക് കമ്പൈൻ ചെയ്തിട്ട് സെയിം ആയതുകൊണ്ട് എന്താണ് ഒറ്റയടിക്ക് കമ്പൈൻ ചെയ്തിട്ട് ആനുവിറ്റി ഫാക്ടർ ഇട്ട് ചെയ്തു. ഇവന്മാർ ഇവിടെ ഓരോന്നിനെ ഓരോ വർഷമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. അങ്ങനെ 11% കണ്ടുപിടിക്കണം, 12% കണ്ടുപിടിക്കണം. 10% നമുക്ക് എന്താണ് ഇത് കിട്ടും. 11% കണ്ടുപിടിക്കും, ഇത് പോസിറ്റീവാണ്. 11 ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, ഇത് കിട്ടും, ഇതും പോസിറ്റീവാണ്. 12% ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, നെഗറ്റീവ് കിട്ടും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 11 and 12. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരും. കാരണം ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു 10% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ പിന്നെ 11 12 നമുക്ക് വരാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് NPV at ലോവർ റേറ്റ് നമ്മുടെ ഫോർമുല എങ്ങനെയാണ്, 11 പ്ലസ് നമ്മുടെ NPV at ലോവർ റേറ്റ് മൈനസ് ഇത് ക്യാഷ് ഔട്ട്ഫ്ലോ ഹോൾ ഡിവൈഡ് ബൈ NPV at ലോവർ റേറ്റ് മൈനസ് NPV at ഹയർ റേറ്റ് ഇൻറ്റു ആ റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, അവരും അത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ലോവർ റേറ്റായ 11 ചെയ്തേച്ച് 11 പ്ലസ് നമ്മുടെ ഇതിട്ട് ചെയ്തേക്കുന്നത് 10212 ഡിവൈഡഡ് ബൈ എന്താണ് 10212 മൈനസ് ഓഫ് 3490 ഇൻറ്റു 12 - 11 ഡിഫറൻസ് 1 തന്നെ. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്താണ് കിട്ടുന്നത്, 11.75% എന്ന് കിട്ടും. നമ്മുടെ IRRൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് അതിലേക്ക് ഡയറക്റ്റ്ലി ഇട്ട് കൊടുത്താൽ മാത്രം മതി. സാധാരണ നമ്മൾ IRR കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ, നമ്മുടെ റേറ്റ്സ് കണ്ടുപിടിക്കാനുള്ളതാണ്, ഏത് റേറ്റ് തമ്മിൽ എടുക്കണം എന്നുള്ളത്.
ഓക്കെ, ഇവിടെ ആകുമ്പോൾ നമുക്കതും അവർ ക്വസ്റ്റനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഡയറക്റ്റ്ലി എന്താണ് അതിലിട്ട് കൊടുക്കുക, പോസിറ്റീവും നെഗറ്റീവും വാല്യൂ കിട്ടും, NPV അറ്റ് ലോവർ റേറ്റ് അല്ലെങ്കിൽ NPV അറ്റ് ഹയർ റേറ്റ് അതും കിട്ടും. ഡയറക്റ്റ്ലി ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസറും കിട്ടും. ആൻസർ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് 11.75%. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ക്വസ്റ്റനിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. എന്താണ് അഡ്വൈസ് ദ മാനേജ്മെൻറ്റ് ഓൺ ഇറ്റ്സ് അക്സെപ്റ്റബിലിറ്റി. അപ്പോൾ എന്താണ് IRR ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദെയർഫോർ ദ പ്രോജക്റ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ്. അതും കൂടെ പറയണം. IRR ഗ്രേറ്റർ ദാൻ KO, ദെയർഫോർ പ്രോജക്റ്റ് ഈസ് അക്സെപ്റ്റബിൾ, അതുകൂടി പറയണം. ഓക്കെ അല്ലേ മക്കളെ? സോ ഇതുവരെ കണ്ടതിലും വെച്ച് നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല ഈസി ക്വസ്റ്റ്യനാണ് എന്താണ് ബഡ്ജറ്റിങ്ങിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6A. JBC Limited sells goods at a gross profit of 25%. Depreciation is considered as a part of cost of production. ഇത് ഇമ്പോർട്ടൻ്റ് ആ, ഇവിടെ considered. Okay, the following are the annual figures given to you. Sales 2 month credit, material consumed 1 month credit RM, wages 1 month lag, cash manufacturing expenses 1 month lag, admin expenses 1 month lag, sales promotion expense paid quarterly in advance. ഇത് എക്സ്പെൻസ് ആണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുമ്പോൾ ഇത് എന്തിനകത്ത് വരും? ഈ സാധനം കറണ്ട് അസറ്റിനകത്ത് പോകും. ബാക്കിയൊക്കെയോ അഡ്മിൻ കറണ്ട് ലയബിലിറ്റിയിൽ പോകും, വേജസ് കറണ്ട് ലയബിലിറ്റിയിൽ പോകും, ബാക്കിയൊക്കെ അങ്ങനെ. സോ നമുക്ക് നോക്കാം ബാക്കി. ദ കമ്പനി കീപ്സ് 1 month സ്റ്റോക്ക് ഈച്ച് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, ഇവിടെ WIPയുടെ കാര്യം ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. It also keeps rupees 1 lakh in cash. You are required to estimate the working capital requirement of the company on cash cost basis assuming 15% safety margin. ഓക്കെ, നമ്മളിവിടെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. അതിൽ തന്നെ എന്താണ് നമ്മൾ ക്യാഷ് കോസ്റ്റ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇതാ നമ്മുടെ ഇതിൽ എന്താണ് നോർമലി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന പോലെ റോ മെറ്റീരിയലും ഫിനിഷ്ഡ് ഗുഡ്സിലും 1 month ലാഗാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 month ആണ് പീരീഡ്. അപ്പോൾ റോ മെറ്റീരിയൽ ഇൻറ്റു 1/12, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻറ്റു 1/12. ഡെറ്റേഴ്സ് ആണെങ്കിലോ കളക്ഷൻ പീരീഡ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? സെയിൽസ് 2 month ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, 2 month ക്രെഡിറ്റ്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ ഇത് ഓക്കെ. പിന്നെ പ്രീപെയ്ഡ് സെയിൽസ് അത് നമ്മൾ ക്വാർട്ടർലി ആയിട്ട് നമ്മൾ എന്താണ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും നമുക്ക് എന്താണ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ശരി. സോ അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ആൻഡ് അതിനു മുന്നേ നമുക്ക് ക്യാഷ് കോസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ക്യാഷ് കോസ്റ്റിനകത്താണ് നമ്മൾ ഡിപ്രിസിയേഷൻ നമ്മൾ എടുക്കത്തില്ല. അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ ക്യാഷ് കോസ്റ്റ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസറിലോട്ട് നമുക്കൊന്ന് പോവാം. സോ നമ്മൾ ഈ ഇവിടെ ചെയ്തപ്പോൾ ഡെറ്റേഴ്സിന് നമ്മൾ എടുക്കുന്ന ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ക്യാഷ് കോസ്റ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ ക്യാഷ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നേ? നമ്മുടെ വർക്കിംഗ് നോക്കാം. സെയിൽസ് 18 lakh ആണെന്ന് നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് 25% ഓൺ സെയിൽസ് ആണെന്ന് നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് 25%. ഓക്കെ, സോ സെയിൽസിനകത്തുനിന്ന് ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതിനകത്തുനിന്ന് തന്നെ മെറ്റീരിയൽ കോസ്റ്റും വേജസിൻ്റെ കോസ്റ്റും എന്താണ് ക്യാഷ് മാനുഫാക്ചറിങ് എക്സ്പെൻസൂടെ മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിപ്രിസിയേഷൻ്റെ ഫിഗർ കിട്ടും. ക്യാഷ് കോസ്റ്റ് അപ്രോച്ചിൽ നമുക്ക് എന്താണ് ഡിപ്രിസിയേഷൻ നമ്മൾ മാറ്റിയിട്ട് വേണം ക്യാഷ് കോസ്റ്റ് അപ്രോച്ച് നമുക്ക് ചെയ്യാൻ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്രിസിയേഷൻ ഫോംസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ ഫിഗർ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫിഗറിനകത്തുനിന്ന് നമ്മൾ എന്തോ ചെയ്യണം? ഡിപ്രിസിയേഷനെ മാറ്റിയിട്ട് നമുക്ക് റിമൈനിങ് ഫിഗർ വേണം നമുക്ക് എടുക്കാൻ. സോ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. 18 lakhനകത്തുനിന്ന് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മാറ്റുന്നു, മെറ്റീരിയൽ കുറയ്ക്കുന്നു, വേജസ് കുറയ്ക്കുന്നു, മാനുഫാക്ചറിങ് എക്സ്പെൻസ് കുറയ്ക്കുന്നു, ക്യാഷ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് കുറയ്ക്കുന്നു. ബാക്കിയുള്ള ആയിരിക്കും നമ്മുടെ ഡിപ്രിസിയേഷൻ. 60,000 ആയിരിക്കും നമ്മുടെ ഡിപ്രിസിയേഷൻ. ഇനിയും
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എന്താണ്, നമുക്ക് ഡെറ്റേഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ, കോസ്റ്റ് ഓഫ് സെയിൽസാണ് വേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ക്യാഷ് കോസ്റ്റ് അപ്രോച്ച് ഇട്ടിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എന്താണ്, നമ്മളിത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 13,50,000. ഓക്കെ, സെയിൽസ് ചെയ്യുന്ന പ്രോഫിറ്റ് മാർജിൻ കുറയ്ക്കുന്നു, ബാക്കിയുള്ളതായിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിനകത്തുനിന്ന് നമ്മൾ ഡിപ്രിസിയേഷനെ കുറയ്ക്കണം. 13,50,000 ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടും, 12,90,000 എന്ന് കിട്ടും. ഓക്കെ, 12,90,000 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് 2 എക്സ്പെൻസ് കൂടെ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസും ഉണ്ട്. ഓക്കെ, അഡ്മിൻ എക്സ്പെൻസ്, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നത്. അതും സാധാ കോസ്റ്റ് അല്ല, ക്യാഷ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കാരണം എന്താ, ഡിപ്രിസിയേഷൻ ഇല്ലാത്ത കോസ്റ്റ് ഓഫ് സെയിൽസ്, അതാണ് ക്യാഷ് കോസ്റ്റ് ഓഫ് സെയിൽസ്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നു, അഡ്മിൻ എക്സ്പെൻസും സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസും ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 14,70,000 എന്ന് കിട്ടും. ഈ 14,70,000 ആണ് നമ്മൾ എന്തിൻ്റെ കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്, ഡെറ്റേഴ്സ്. ഓക്കെ, സോ ഈ 14,70,000 നമ്മൾ എന്തോ ചെയ്യും, ഇവിടെ നമ്മൾ ഡെറ്റേഴ്സിൽ യൂസ് ചെയ്യും. ഇൻറ്റു നമ്മുടെ ഡെറ്റേഴ്സിന് എത്രയാണ് പീരീഡ്, 2 months എന്ന് പറഞ്ഞിട്ടുണ്ട്, 2/12 അത് കിട്ടും. പ്രീപെയ്ഡ് സെയിൽസ് എക്സ്പെൻസ് ഞാൻ പറഞ്ഞ പോലെ ക്വാർട്ടർലിയാണ്. അപ്പം നമുക്ക് എന്താണ്, ടോട്ടൽ കറണ്ട് അസറ്റ്സ് നമുക്ക് എന്തോ കിട്ടും, 5,05,000 എന്ന് കിട്ടും. കറണ്ട് ലയബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് പീരീഡ് എത്രയാണ്, 1 month ക്രെഡിറ്റ്. വേജസ് ആണെങ്കിൽ 1 month ലാഗ്, അഡ്മിൻ ആണെങ്കിൽ 1 month ലാഗ്, സെയിൽസ് പ്രൊമോഷൻ നമുക്ക് അത് ഇതിനകത്ത് പോകുന്ന അസറ്റിൽ പോകുന്ന അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ക്യാഷ് മാനുഫാക്ചറിങ് എക്സ്പെൻസ്, അതിൻ്റെ പേയ്മെൻറ്റ് 1 month ലാഗ് ഉണ്ട് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ആ ഫിഗർ ഇൻറ്റു 1/12, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഇൻറ്റു 1/12, ക്യാഷ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഇൻറ്റു 1/12, അഡ്മിൻ എക്സ്പെൻസസ് ഇൻറ്റു 1/12 ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. ഓക്കെ, സോ അത് നമ്മളെന്തോ എന്തിനകത്തുനിന്ന് കുറയ്ക്കണം, ഈ 5,05,000 നമ്മളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ കിട്ടും, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ക്വസ്റ്റനിൽ വേറൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സേഫ്റ്റി മാർജിൻ ഒരു 15% ആഡ് ചെയ്യുക. ആ 15% കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും, ഇതാണ് നമ്മുടെ റിക്വയർഡ് വർക്കിംഗ് ക്യാപിറ്റൽ, 4,45,625 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ക്യാഷ് കോസ്റ്റ് അപ്രോച്ചിനകത്ത് ഇവിടെ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഡെറ്റേഴ്സിനകത്ത്. ഈ ഒരു ഫിഗർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ക്യാഷ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ഇതിനകത്ത് ക്രൂഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ചെയ്ത് പോകരുത്, ആൻസർ അടപ്പടല തെറ്റും. കണ്ടോ, അതാണ് ഇതിനകത്ത് ക്രൂഷ്യൽ പോയിൻറ്റ്. ഫൈൻ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ 6A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 6Bയിൽ എന്താണ്, ഇയോക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. സോ ഹിമാലയ റെഫ്രിജറേഷൻ കമ്പനി പർച്ചേസസ് 1,60,000 units ഓഫ് കമ്പോണൻറ്റ് ആനുവലി ഫ്രം ബോൾട്ട് ആൻഡ് പിൻ അസോസിയേറ്റ്സ്. ആനുവൽ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് കോസ്റ്റ് വന്നിട്ടുണ്ട് 8 രൂപ. ആൻഡ് കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട് 100. എ തന്നിട്ടുണ്ട്, ഒ തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ക്യാരിയിങ് കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇയോക്യു √2AO/C ഡയറക്റ്റ്ലി ഇതെല്ലാം കൂടെ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. അത് തന്നെ അവരും ചെയ്തേക്കുന്നത്. ആൻസർ നോക്കാം. 2 × A ആനുവൽ കൺസംഷൻ എത്ര, 1,600 ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് 100 ഡിവൈഡ് ബൈ ക്യാരിയിങ് കോസ്റ്റ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 8 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണം, ഇയോക്ക് നമുക്ക് 200 units എന്ന് കിട്ടും. ദെൻ രണ്ടാമത്തേത് റീ ഓർഡർ ലെവൽ കണ്ടുപിടിക്കണം. അത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. റീ ഓർഡർ ലെവൽ കണ്ടുപിടിക്കാൻ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡ് ടൈം പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക്. ആവറേജ് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ നമുക്കിവിടെ തന്നേക്കുന്നത് ഇത് ഇവിടെ ഉണ്ട്. ഇഫ് ദ കമ്പനി ഓപ്പറേറ്റ്സ് 320 days ഇൻ എ ഇയർ, 320 days ആണ് ഒരു വർഷം ഓപ്പറേറ്റ് ചെയ്യുന്നത്. മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് ടൈം, ഇതാണ് ആവറേജ് ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 days. സേഫ്റ്റി സ്റ്റോക്ക് തന്നിട്ടുണ്ട് 20 units. അസ്യൂം മിനിമം കൺസംഷൻ റേറ്റ് പെർ ഡേ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസംഷൻ റേറ്റ് പെർ ഡേ.
മിനിമം തന്നെയാണ് ആവറേജ് എന്ന് നമുക്ക് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് കൺസംഷനായിട്ട് നമുക്ക് എന്തോ എടുക്കാൻ പറ്റും? എന്തിയേ നമ്മുടെ 1600 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ് ആനുവൽ. ഇത് ഒരു വർഷം നമ്മുടെ കമ്പനി എത്ര ദിവസമായി പ്രവർത്തിക്കുന്നത്? 320 ഡേയ്സ്. അപ്പോൾ ആവറേജ് കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വരും? 1600 ഡിവൈഡ് ബൈ 320. ഓക്കെ, ഇതാണ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. ലീഡ് ടൈം എത്രയാണ് നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്നത്? 10 ദിവസം ഇൻറ്റു 10 പ്ലസ് ആഡ് എന്തോ ചെയ്യണം? സേഫ്റ്റി സ്റ്റോക്ക്. അത് 20 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? 70 കിട്ടും. ഇതാണ് നമ്മുടെ റീ ഓർഡർ ലെവൽ. ഓക്കെ ഓക്കെ, ഇതാ നോക്ക്. ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതൊന്നും ഫോർമുല അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെയാണത് വന്നേക്കുന്നത്. അടുത്തത് മാക്സിമം ആൻഡ് മിനിമം ഇൻവെൻട്രി ലെവൽ. മാക്സിമം ലെവലും മിനിമം ലെവലും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റനിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സേഫ്റ്റി സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സോ സേഫ്റ്റി സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിനിമം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് സേഫ്റ്റി സ്റ്റോക്ക് തന്നെ ആയിരിക്കും. സോ മിനിമം ലെവൽ തന്നെ ആയിരിക്കും എന്ത്? നമ്മുടെ സേഫ്റ്റി സ്റ്റോക്ക് വിച്ച് ഈസ് 20. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം അപ്പം മിനിമം ലെവൽ നമുക്കായി, അത് 20 തന്നെയാണ്. ഇതേ അവരുടെ അടുത്തേക്ക് നോക്കിക്കേ. മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു സേഫ്റ്റി സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 20. ഇങ്ങനെ എല്ലാം കൂടി അടുപ്പിച്ച് കൂട്ടി എഴുതിയേക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഇത് മിനിമം ലെവലാണ്. മിനിമം ലെവലിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സേഫ്റ്റി സ്റ്റോക്ക് 20 തന്നെയായിരിക്കും. ഇത് സേഫ്റ്റി സ്റ്റോക്ക് 20 ആണെങ്കിൽ നമ്മുടെ മാക്സിമം ലെവലിൻ്റെ ഫോർമുല എടുക്കണം. എന്താണ് നമ്മുടെ മാക്സിമം ലെവലിൻ്റെ ഫോർമുല? ROL പ്ലസ് EOQ അല്ലെങ്കിൽ ROQ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, ശരി. റീ ഓർഡർ ലെവൽ എത്രയാണ്? നമുക്ക് റീ ഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 70 യൂണിറ്റ്സ് നമ്മൾ രണ്ടാമത്തേതായിട്ട് കണ്ടുപിടിച്ചായിരുന്നു. 70 പ്ലസ് ROQ റീ ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ എത്രയാണ്? 200 മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. മിനിമം കൺസംഷൻ എത്രയാണ്? എവിടെയത്? ഓക്കെ, ഇവിടെ. സോ മിനിമം കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ലീഡ് ടൈം. സോ അത് വരുമ്പോൾ നമ്മുടെ 5 ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ് എത്രയാണ്? 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 220 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ ഓക്കെ അല്ലേ? സോ ഈസിയാണ്, ഭയങ്കര ഈസി ഉള്ളൊരു ക്വസ്റ്റ്യനാണ് തന്നേക്കുന്നത്. കാരണം മിനിമത്തിൻ്റെ കേസിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസിഡർ ആവറേജ് കൺസംഷൻ റേറ്റ് പെർ ഡേ തന്നെയാണ് മിനിമം കൺസംഷൻ റേറ്റ് പെർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് ശ്രദ്ധിച്ചോണം. ഇവിടെ ആവറേജിനെ തന്നെ നമുക്ക് മിനിമം ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ആവറേജ് എന്ന് പറയുമ്പോൾ എത്ര വരും? 320. ഇതേ ഈ ആവറേജ് ഇതിനെ നമുക്ക് ഇത് 5 കിട്ടും. ഓക്കെ, സോ ഈ 5നെ തന്നെയാണ് നമ്മൾ എന്താണ് മിനിമം കൺസംഷൻ മിനിമം റീ ഓർഡർ പീരീഡ്. അത് 10 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ചെയ്യുമ്പോൾ നമുക്ക് 220 കിട്ടും. എളുപ്പമല്ലേ മക്കളെ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ പാടൊന്നുമില്ല. ഓക്കെ, സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6. പൊടിക്ക് ട്രിക്കിയാണ്, എന്നാൽ ഈസിയാണ്. കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. Jay and Karthi Limited has a capital of 10 lakh in equity shares of rupees 100 each. The shares are currently quoted at par. The company proposes declaration of dividend of 10 per share at the end of the current financial year. Capitalization rate for the risk class to which the company belongs is 12%. What will be the market price of the share at the end of the year if the dividend is not declared, dividend is declared? Okay. സോ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താലുള്ള MPS എന്താണ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിലുള്ള MPS എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഗോർഡൻസ് മോഡൽ ഇട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്.
ഇവരെന്താ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല എങ്ങനെയാണ്, ഗോർഡൻസ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ഇ ഈസ് ഈക്വൽ ടു D1 ബൈ P0 അല്ലേ? ഇത് സോറി എൻ്റെ മിസ്റ്റേക്കാണ്, ഗോർഡൻസ് മോഡലല്ല, ഇത് നമ്മുടെ ഡിവിഡൻഡ് ഡിസ്റ്റൻസിനകത്ത് വരുന്നൊരു സംഭവമാണ്. നമ്മുടെ മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് അപ്രോച്ച് ഇല്ലേ, അതിൻ്റെ ഫോർമുല വരുന്നത്. അപ്രോച്ചിൽ വരുന്ന നമ്മുടെ ഇതെന്താണ്, ഇത് നമ്മുടെ ഇറലവൻസ് തിയറിയിൽ വരുന്നൊരു കാര്യമാണ്. ഇവിടെ പക്ഷേ ക്വസ്റ്റ്യൻ സൈലൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്കും അത് പെട്ടെന്ന് മനസ്സിലാകുന്നത്. സോ ഡിവിഡൻഡ് ഈസ് നോട്ട് ഡിക്ലെയർഡ്. ഓക്കെ, നമ്മുടെ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, P0 ഈസ് ഈക്വൽ ടു P1 പ്ലസ് D1 ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് KE. ഓക്കെ, സോ ഇതിട്ട് നമ്മൾ എന്താണ് ചെയ്യുക, P1 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. മാർക്കറ്റ് പ്രൈസ് എന്താണ്, അപ്പോൾ എന്താണ് P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1. ഓക്കെ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ ആ ഡിവിഡൻഡ് ഫിഗർ ഇവിടെ ഇട്ട് കൊടുക്കുക, ഡിക്ലെയർ ചെയ്യാത്ത കേസിൽ അവിടെ 0 ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 2 വാല്യൂസ് കിട്ടും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, P1ൻ്റെ വാല്യൂ ഡിക്ലെയർ ചെയ്യാതെ ഇവിടെ 0 ഇട്ട് കൊടുക്കുവാണെങ്കിൽ, ഇവിടെ 0 ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, MPS എന്ന് വെച്ച് കഴിഞ്ഞാൽ 112 എന്ന് കിട്ടും. ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ എത്രയാണ് വരുന്നത് നോക്കിയേ, എത്ര കൊടുക്കുന്നത്, 10 പെർ ഷെയർ ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ട്ലി കോട്ടഡ് അറ്റ് എന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറണ്ട്ലി കോട്ടഡ് അറ്റ് 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. P0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100 ആയിരിക്കുമേ. P0 വിൽ ബി 100. KE എത്രയാണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, 12% അല്ലേ. സോ അതിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് P1 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 102 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് 2 ഫിഗേഴ്സ് കിട്ടും. ഇത് കൂടാതെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, assuming that the company pays the dividend and has net profits of 5 lakh, okay, and makes new investment of 10 lakh during the period, how many new shares must be issued, എന്തോരം ന്യൂ ഷെയർസിന് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിക്ക് എന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 5 lakh എന്ന് പറഞ്ഞ് കിട്ടും. പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്യൂമിങ് ദ കമ്പനി ഡിക്ലെയർസ് ഡിവിഡൻഡ്. പാർട്ട് ബിയിൽ എന്താണ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, 10 lakh ഇക്വിറ്റി ഷെയർസ്, 10 lakhs എന്ന ഫിഗേഴ്സിലാണ് 10 lakh ഉണ്ട്, ₹100 ഈച്ച് എന്ന്. അപ്പം നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് എത്ര ആയിരിക്കും, 10 lakh ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും, നമ്മുടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്, 10,000 ഇക്വിറ്റി ഷെയർസാണ് നമുക്കുള്ളത് ഇവിടെ, 10,000 ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡായിട്ട് ഈ 5 ലക്ഷത്തിൽ നിന്ന് എത്ര കൊടുക്കും, മൈനസ് ഡിവിഡൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കിട്ടും നമുക്ക്, 10,000 ഇൻറ്റു ₹10 ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, 1 lakh കിട്ടും. പോയിട്ട് ബാക്കി എത്ര കാണും, നമുക്ക് 4 lakh കാണും. ഈ 4 lakh ആണ് നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, 4 lakh നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമ്പനി ഈ വർഷം എന്തോ ചെയ്യും, ഒരു 10 ലക്ഷം കൂടെ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ, അപ്പോൾ ഈ 10 ലക്ഷം ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് റീറ്റെയിൻഡ് ഏർണിങ്സ് വരും. അപ്പോൾ 10 ലക്ഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് 4 ലക്ഷം നമുക്ക് ഓൾറെഡി ബിസിനസ് ചെയ്ത് കിട്ടിയ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. ബാക്കി എത്ര ഉണ്ട്, 6 ലക്ഷമാണ് നമുക്ക് എന്ത് വേണ്ടത്, 6 ലക്ഷത്തിന് നമ്മൾ ഷെയർസിന് ഇഷ്യൂ ചെയ്യേണ്ടി വരും. 6 ലക്ഷത്തിന് ഷെയർസിന് ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഹൗ മെനി ന്യൂ ഷെയർസ് മസ്റ്റ് ബി ഇഷ്യൂഡ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം 6 ലക്ഷത്തിന് എത്ര ഷെയർസിന് ഇഷ്യൂ ചെയ്യണം, നമ്മൾ നോക്കേണ്ടത് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 10 lakh മൈനസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും, 4 lakh ചെയ്യുമ്പം 6 lakh
ഈ 6 lakhന് ഒത്ത ഷെയർസ് വേണം നമ്മൾ ഇഷ്യൂ ചെയ്യാൻ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 102. സോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ MPS എന്ന് പറയുന്നത് 102 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം? നമ്പർ ഓഫ് ഷെയർസ് is equal to 6 lakh divided by 102 is equal to 5882.35 വരും. നമ്മൾ ഷെയർസിന് എപ്പോഴും ഒരു റൗണ്ട് ഓഫ് ചെയ്യുക, 0.3 അല്ലേ, അപ്പോൾ പിന്നെ 5882 ഷെയർസ് വേണം നമ്മൾ ഇഷ്യൂ ചെയ്യാൻ. ഇത് മനസ്സിലായോ മക്കളെ? 10 ലക്ഷം ഡിവൈഡഡ് ബൈ 102 എടുത്ത് ചെയ്ത് വെക്കരുത്. അതിനാണ് റീറ്റെയിൻ ഏർണിങ്സിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഡിവിഡൻഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഫിഗർ നമ്മൾ റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് വെക്കും. അതിനെ നമ്മൾ ബിസിനസ് റീഇൻവെസ്റ്റ് ചെയ്യും. ശേഷിച്ച് ബാക്കി വരുന്ന എത്രയാണ്? 6 ലക്ഷം. 6 ലക്ഷത്തിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യണം. സോ 6 ലക്ഷം ഡിവൈഡ് ബൈ കറൻറ്റ് MPS. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ എത്രയാണ് MPS? നമുക്ക് 102. സോ അതിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ പാർട്ട് എ. ഓക്കെ, സോ ഈ അടുത്ത ക്വസ്റ്റിനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഏരിയാസ് ഫുള്ള് തീർന്നു. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഒരു ലെവറേജിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. B. Alpha Pharma Limited, which has been engaged in the business for the last 5 years, furnishes the following information for its only product, metmorphin hydrochloride, which is being sold at 23 per unit. Okay, selling price per unit തന്നിട്ടുണ്ട്, സെയിൽസ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാമല്ലോ. 23 ഇൻറ്റു ഇത് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് 17 per unit, അപ്പോൾ 17 ഇൻറ്റു ഇത് ചെയ്യുക. ഓക്കെ, ഡെറ്റ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. പിന്നെ ഫേസ് വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ കമ്പനി ഷെയർ ഈസ് 10 തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ് ദാറ്റ് ഷുഡ് ബി സോൾഡ് സോ ദാറ്റ് ദ EBT ഈസ് ഈക്വൽ ടു 0. EBT 0 ആവാൻ എത്ര യൂണിറ്റിനെ വിൽക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഇഫ് ദ EBIT ഇൻക്രീസസ് ടു 3 times the current EBIT, വാട്ട് ഈസ് ദ EAT? അതായത് ഇതിനെ നമുക്ക് EBIT ബൈ EAT ഈസ് ഈക്വൽ ടു 3 എന്നിട്ടിട്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? അങ്ങനെ വേണം ഇത് സോൾവ് ചെയ്യാൻ. സെക്കൻഡ് പാർട്ട്. തേർഡ് വൺ, വാട്ട് വിൽ ബി ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലെവറേജ്? 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ആ ഒരു ഫോർമാറ്റിൽ അങ്ങ് എഴുതി വെക്കാം. ഓക്കെ, സോ ഓക്കെ, ബി സെയിൽസ് 23 into 25. വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണം. 17 ഇൻറ്റു സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്നാ കിട്ടുന്നത്? കോൺട്രിബ്യൂഷൻ അല്ലേ? ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാം. 23 മൈനസ് 17 ഇൻറ്റു 145, 8,70,000. മൈനസ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്നാ? 2,80,000. 5,90,000 will be our EBIT. മൈനസ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടല്ലോ 11% അല്ലേ? 10 lakhൻ്റെ 11% വരുമ്പോൾ എത്ര വരും? 1,10,000 വരും ഇൻറ്റു 11%. ഇൻട്രസ്റ്റ്
കുറയ്ക്കുമ്പോൾ 4,80,000 നമുക്ക് EBTയും കിട്ടും. ഓക്കെ, ഇവിടെ വരെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി എന്താ നമ്മുടെ ചോദ്യം? വാട്ട് ഈസ് എ നമ്പർ ഓഫ് യൂണിറ്റ് ദാറ്റ് ഷുഡ് ബി സോൾഡ് സോ ദാറ്റ് ദ EBT ഈസ് ഈക്വൽ ടു 0? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. EBT 0 ആകാൻ വേണ്ടി നമ്മൾ എത്ര യൂണിറ്റ് വിൽക്കണം? നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചതിനകത്ത് ഈ EBT ഈക്വൽ ടു 0 വരണമെങ്കിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് വിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ സെയിൽസ് 23 ആണ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ 17. സോ ഇൻറ്റു 1,45,000 ചെയ്തപ്പോഴാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയത്. ഈ EBT 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോരം യൂണിറ്റ്സ് വിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഫോർമുലേനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലേ. 23 മൈനസ് 17 ഇതാണ് നമ്മുടെ എന്ത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇൻറ്റു n നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഞാൻ എന്നെ n ആയിട്ട് വിളിക്കുകയാണേ, n. ഓക്കെ, മൈനസ് എൻ്റെ ഫിക്സഡ് കോസ്റ്റ് 2,80,000 ഉണ്ടല്ലോ. ഓക്കെ, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, മൈനസ് അതെ എൻ്റെ EBT 0 ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ഫിഗർ 0 ആകണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് മൊത്തം എൻ്റെ EBTയോട് ഈക്വൽ ആയിരിക്കണമല്ലോ. എൻ്റെ EBIT ഷുഡ് ബി ഈക്വൽ ടു ഇൻട്രസ്റ്റ്, എന്നാൽ മാത്രമേ എൻ്റെ EBT 0 ആവത്തുള്ളൂ. അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിലേ നിങ്ങളൊന്ന് ആലോചിച്ചേ, എൻ്റെ ഇൻട്രസ്റ്റും EBITയും സെയിം ഫിഗർ ആയാൽ മാത്രമേ എനിക്ക് EBT 0 കിട്ടത്തുള്ളൂ. അങ്ങനെ EBT 0 കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര യൂണിറ്റ് വിൽക്കണം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിക്കേ. ഞാനിപ്പോൾ ഇത്രയും കണ്ടുപിടിച്ച് വെച്ചത് എന്തുവാ? ഇത്രയടാ എന്ന് പറയുന്നത് എൻ്റെ EBIT അല്ലേ? എൻ്റെ EBIT എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആകണം? ഇൻട്രസ്റ്റിനോട് ഈക്വൽ ആകണം. എൻ്റെ ഇൻട്രസ്റ്റ് എത്രയാ? ഓക്കെ അല്ലേ? എന്നാലല്ലേ എനിക്ക് EBT 0 കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ EBTയുടെ വാല്യൂ എന്ന് പറയുന്നത് 1,10,000 ആയാലാണ് എൻ്റെ EBT എനിക്ക് 0 വരത്തുള്ളൂ. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കേ. 23 മൈനസ് 17 എത്രയാ? 6 അല്ലേ? 6n. 6n ഈസ് ഈക്വൽ ടു 6n minus 2,80,000 is equal to 1,10,000. 6n is equal to 2,80,000 plus 1,10,000 ചെയ്യുമ്പോൾ 3,90,000 എന്ന് കിട്ടും. n is equal to 3,90,000 by 6. 65,000 യൂണിറ്റ്സ് ഞാൻ വിൽക്കണം. 65,000 യൂണിറ്റ്സ് ഒന്നും ഇരിക്കുമോ? 65,000 യൂണിറ്റ് വിറ്റാലാണ് എൻ്റെ EBIT എന്ന് പറയുന്നത് 1,10,000 ആകത്തുള്ളൂ. എന്നാൽ മാത്രമേ അതിനകത്തുനിന്ന് എൻ്റെ ഇൻട്രസ്റ്റായ 1,10,000 കുറയ്ക്കുമ്പോൾ എനിക്ക് EBT 0 കിട്ടത്തുള്ളൂ. പൊടിക്ക് ട്രിക്കിയാണ്, അതുകൊണ്ടാണ് അത് ഞാൻ ചെയ്ത് തന്നെ കാണിച്ചത്. ഓക്കെ, മനസ്സിലായോ മക്കളെ? EBT 0 ആണെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു EBIT. അതാണ് ഇവിടുത്തെ കീ പോയിൻറ്റ്. സെക്കൻഡ് വൺ, ഇഫ് ദ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് EBIT ഇൻക്രീസസ് ടു 3 times ദ കറണ്ട് EBIT, വാട്ട് ഈസ് ദ EAT? അത് പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ നിലവിലുള്ള EBIT എന്ന് പറയുന്നത് 3 times ആവുക. അപ്പോൾ 5,90,000 ഇൻറ്റു 3 17,70,000 എന്ന് കിട്ടും. ന്യൂ EBIT ഈസ് ഈക്വൽ ടു 70,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ EAT അല്ലേ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് എ ന്യൂ EAT? ഒന്നുമില്ല, EBIT ഉണ്ട് ലെസ് ഇൻട്രസ്റ്റ് 1,10,000 കുറയ്ക്കുക
നമുക്ക് എന്നാ കിട്ടും? EBT കിട്ടും. 16,60,000 ലെസ് ടാക്സ് റേറ്റും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. എവിടെ? 30%. അതും കുറയ്ക്കുക. EAT കിട്ടും 1162. ഇതാ നോക്കുക, EAT 11,62,000, മറ്റേ 65,000 യൂണിറ്റ്സ്. തേർഡ് വൺ 3 ലെവറേജ് റേഷ്യോസ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലെവറേജ്, കോൺട്രിബ്യൂഷൻ ബൈ EBIT, ഫിനാൻഷ്യൽ ലെവറേജ് EBIT ബൈ EBT, കമ്പൈൻഡ് ലെവറേജ്. ഇത് രണ്ടിനെ ആൻസർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലെവറേജ്. ഓക്കെ, നമുക്കിത് ചെയ്യാമല്ലോ. നമ്മളിവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനാണ് ഈ ടേബിൾ ആദ്യമേ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞത്. സോ ഫസ്റ്റ് ഇതിൽ ഓപ്പറേറ്റിംഗ് ലെവറേജ് കോൺട്രിബ്യൂഷൻ 8,70,000 ഡിവൈഡ് ബൈ EBIT 5,90,000. to 1.474. ഫിനാൻഷ്യൽ ലെവറേജ് EBIT ബൈ EBT, അത് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെറുക്കി എഴുതിയാൽ മതി. 5,90,000 ഡിവൈഡ് ബൈ 4,80,000. $1.23. ഓക്കെ, കമ്പൈൻഡ് ലെവറേജോ ഇത് രണ്ടോ മൾട്ടിപ്ലൈ 1.474 ഇൻറ്റു 1.23. സോറി, $1.81. ആൻസർ നോക്കിയേക്കാം. ഇതാ ഇവന്മാരത് ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റ് ചെയ്താൽ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് കണ്ടാൽ മനസ്സിലാവത്തില്ല. അതിലും ബെറ്ററാണ് നമ്മൾ ആ ഒരു ആദ്യം തന്നെ ലെവറേജിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഒരു ഫോർമാറ്റ് എഴുതി വെക്കുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ എടുക്കുന്നത്. ആ ഫോർമാറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ്ലി നമുക്ക് എന്താണ് പെറുക്കി റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ പ്രോബ്ലം ഏരിയ തീർന്നിട്ടുണ്ട്. Question 8. What do you mean by data ethics? Discuss the 5 basic principles of data ethics that a business organization should follow. Data ethics. ഇതേണ്ട നമുക്ക് നമ്മുടെ നോട്ട് നോക്കാം. ethics. Data ethics. ദാ ഡേറ്റ എത്തിക്സിൻ്റെ 5 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? റിഗാർഡിംഗ് ഓണർഷിപ്പ്, റിഗാർഡിംഗ് ട്രാൻസ്പെറൻസി, റിഗാർഡിംഗ് പ്രൈവസി, റിഗാർഡിംഗ് ഇൻറ്റൻഷൻ ആൻഡ് റിഗാർഡിംഗ് ഔട്ട്കം. ഇതാണ് അതിൻ്റെ ആൻസർ. സോ അതാണ് 5 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡേറ്റ എത്തിക്സ്. ഇതാ സെയിം തന്നെ അവരും പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ബിസിനസ് ഇൻ്റലിജൻസ്? ലിസ്റ്റ് ദ പ്രൊസീജിയേഴ്സ് ടു വിച്ച് ദ യൂസ് ഓഫ് BI ഹാസ് എക്സ്പാൻഡഡ്. ബിസിനസ് ഇൻ്റലിജൻസ് എന്താണെന്ന് നമ്മുടെ BDയുടെ നോട്ട്സിൽ പറയുന്നുണ്ട്. സോ അതും സ്ട്രൈറ്റ് അവേ ക്വസ്റ്റ്യൻസാണ്. ഈ BD എന്നുള്ളതെല്ലാം സ്ട്രൈറ്റ് ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് തല പോയ്ക്കാനൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡയറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കും. അതിൽ നമുക്ക് വേറെ തല പോയ്ക്കാനൊന്നുമില്ല. സോ മക്കളെ അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. ഓക്കെ, അത്യാവശ്യം വൃത്തിക്കൊന്ന് പഠിച്ച് റിവിഷൻ ചെയ്തിട്ട് പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോയാലും എക്സംഷൻ അല്ല അതിൽ കൂടുതൽ വാങ്ങാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ശരി, നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ മാക്സിമം ടൈമൊന്നും കളയാതെ ഷോർട്ടാക്കി നിങ്ങൾക്കൊരു 1.5 മണിക്കൂറിനുള്ളിൽ ഇത് കണ്ടു തീർക്കാവുന്ന രീതിയിലാണ് ഞാനിത് എടുത്തേക്കുന്നത്. ആൻഡ് ഓൾസോ ഞാൻ ഈ ഇപ്പം ആൻസേഴ്സ് സോൾവ് ചെയ്തിരിക്കുന്ന ആ ഒരു
ഷീറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി അതും യൂസ് ചെയ്യാം. അപ്പോൾ ശരി മക്കളെ, ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്, ബൈ.